ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എല്ലാവരും ഇന്ന് യൂണിക് ടോക്ക് 9 കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ തിരക്കുന്നൊക്കെ മാറിയിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോയി. മൈൻഡ് പ്രോഗ്രാമിംഗ് ഉണ്ടായിരുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, സക്സസ്ഫുൾ ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പലവിധ ടോപ്പിക്കുകൾ ഇത് കവർ ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇന്നത്തെ നമ്മുടെ യൂണിക് ടോക്കിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്കൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗസ്റ്റിന്റെ ടോക്കും ഉണ്ട്. ഗസ്റ്റ് ഒരു അടിപൊളി സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്, ഷെയർ ക്ലാസ് എടുക്കാണ്. നമ്മളെ എപ്പോഴും നമ്മളെ വർക്ക്ഷോപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളും നമ്മൾ പറയുന്നതിനേക്കാളും ബെസ്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ ഷെയർ ചെയ്യുന്നല്ലേ. അപ്പൊ ആള് നമ്മളെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുള്ള ഇവന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവരെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതിന്റെ ഒരു ആൻസർ നമുക്ക് കിട്ടും. പലരും പേഴ്സണലി ചോദിക്കാറുണ്ട് ഇന്ന കാര്യമാണോ ഉണ്ടാവുക എന്നുള്ളത്. അതൊരു ക്ലാരിറ്റി ഇന്ന് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഡിസംബർ 15 നമ്മളൊരു ഓഫ്ലൈൻ ഇവന്റ് വരുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. പിള്ളേരെ അതിലേക്ക് വെൽക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഡൊക്കെ വഴി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും പറ്റുന്നവരൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കുക. ആ ഇത് സെക്കൻഡ് എഡിഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് നമുക്ക് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വന്നിട്ടില്ല. ഇവിടെ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട് സ്ന മാം. നമ്മളെ ബാച്ച് 7 പവർഫുൾ ആയിട്ടുള്ള ബെസ്റ്റ് പെർഫോമർ ഒക്കെ ആയിരുന്നു കേട്ടോ സ്ന മാം. ഞാൻ ഇപ്പോഴാണ് ആളെ കണക്ട് ചെയ്ത് അഫ്സൽ പേര് പറഞ്ഞ ആളെ ഷെയറാണ് അടിപൊളി ഒക്കെ. അപ്പൊ എന്തായാലും ഒരു വൈബ്രന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് സിനിമ അങ്ങനെ വെൽക്കം ചെയ്യണം. വെൽക്കം. Hi everyone, good morning. So, good morning, good evening. Sorry. പ്രതീക്ഷിക്കാതെ എന്റെ മുന്നിൽ വന്നിട്ടുള്ളൊരു ഇതാണ് ഇങ്ങനെ ഒരു സംസാരിക്കുക അല്ലെങ്കിൽ എന്റെ ഒരു എന്താ പറയാ ജേഡിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പം എനിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഈ ഒരു ജേഡി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് നമ്മൾ ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ പറയാണ് എന്റെ ലൈഫിൽ ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് എനിക്ക് ഇതിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ഒന്നും കൂടി നല്ലോണം എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും അത് കുറെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് എന്റെ ഒരു ജേണി പറയാം. എന്റെ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാല് എല്ലാവർക്കും പിന്നെ അത്യാവശ്യം നല്ലോണം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ജയിക്കുന്ന ഒരു ഫാമിലിയിൽ ജയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 17 വയസ്സായപ്പോൾ തന്നെ എന്റെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഫാമിലി ലൈഫിലേക്കായി. അപ്പം വേറെ ഒരു ഭാഗത്തേക്കും ചിന്തിക്കാനൊന്നും പോയിട്ടില്ല. നേരെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഫാമിലി ആയിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഞാന് എന്താ പറയാ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ഫാമിലിയാണ്. അതായത് എനിക്ക് ഒമ്പതാമത്തെ മെമ്പറാണ് ഞാൻ. കുടുംബാന്റെ 9ാമത്തെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഇന്ത്യത്തിന്റെ പൊന്തിക്കലും അതേപോലെ തന്നെ കുറച്ചധികം നോക്കല് കിട്ടിയത് കൊണ്ട് തന്നെ നല്ലോണം വാശി. അപ്പം ആ ഒരു ഇതിൽ നിന്നോണ്ട് തന്നെ മാരേജ് കഴിഞ്ഞ് പിന്നെ ആ ഒരു ലൈഫില് കുറച്ചു കാലമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. പിന്നെ അതിങ്ങനെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി. അപ്പോഴത്തേക്കും എനിക്കൊരു മോനുമായി. മാരേജ് കഴിഞ്ഞ് 1 year ആയപ്പോഴത്തേക്കും മോനായി ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അതിനുശേഷമുള്ള എന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് അത്രയും എന്താ പറയാ എനിക്ക് തന്നെ പറയാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. എന്താ പറയാ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് എന്താ ചെയ്യാ ഇനി ലൈഫ് വേണോ അല്ലെങ്കിൽ അങ്ങോട്ട് തീർത്താൽ എന്തിനകത്ത് ഇങ്ങനെ പഠിച്ചവന് കുറെ കുറ്റം പെടുത്തും. എന്താ പഠിച്ചത് എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എനിക്ക് പിന്നെ ചാത്തമാരൊക്കെ ഉണ്ട്, അവരൊക്കെ മാരേജ് കഴിഞ്ഞ് അവരൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എനിക്ക് മാത്രം എന്റെ ലൈഫിൽ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റബ്ബിനെ കുറ്റപ്പെടുത്തി. അതേപോലെ തന്നെ ഞാൻ എന്നെയും കുറെ കുറ്റപ്പെടുത്തി, എനിക്കിപ്പോ ഒന്നിനും കഴിയില്ലാന്നിട്ടല്ലേ അങ്ങനെയുള്ള രീതിയിലൊക്കെ. പക്ഷെ ആ ഒരു ടൈമിലൊന്നും എന്താ പറയാ ലൈഫ് ജീവിക്കാനേ ആഗ്രഹമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു മോൻ ആളുടെ കാര്യത്തിലും ആളോടും ഭയങ്കര ദേഷ്യം വെറുത്ത് അവന് വേണ്ടത് ഒന്നും കൊടുക്കുന്നില്ല. കറക്റ്റ് ഫുഡ് കൊടുക്കത്തില്ല, ഞാനും ഫുഡ് കഴിക്കില്ല അവനും കൊടുക്കില്ല. അങ്ങനെ എല്ലാത്തിനും പിന്നെ അവനോട് അങ്ങനെ മൊത്തത്തിൽ എന്താ പറയാ എങ്ങോട്ടും പോകില്ല. ഫാമിലിക്കോ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ആരോടും സംസാരിക്കില്ല. ആര് കോൾ ചെയ്താലും കോൾ അറ്റൻഡ് ചെയ്യില്ല, മെസ്സേജ് അയച്ചാലും മെസ്സേജ് നോക്കില്ല. കാണും, എല്ലാതും കാണും. പക്ഷെ
ആർക്കും റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുക്കില്ല ആ ഒരു രീതിയിൽ. സത്യം പറഞ്ഞാൽ ഒരു എന്തോ ഒരു ലൈഫ് അങ്ങനെ നിന്നിട്ടുള്ള ഞാന് പിന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം. അപ്പോഴും എന്റെ മനസ്സിൽ എന്റെ തോട്ട് എന്ന് പറഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യണം, പിന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഏഹ് അത് എനിക്ക് എന്റെ ലൈഫിൽ എന്താ പറയാ, എനിക്കൊരു മാറ്റം വന്നോണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല. അവരുടെ മുന്നില് എനിക്ക് പിന്നെ ഞാൻ അവരുടെ മുന്നിലൊക്കെ തോറ്റു പോലെ, മെയിനായിട്ട് എന്റെ ഹസ്ബൻഡ് ഫാമിലി, അവരുടെ മുന്നിൽ ഞാൻ തോറ്റു പോലെ. എനിക്ക് എന്തെങ്കിലും എനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, അങ്ങനത്തെ കുറേ തോട്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ ക്രാഫ്റ്റിന്റെ ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. ക്രാഫ്റ്റിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി അത്യാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ അപ്പോഴൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് എത്ര എന്തൊക്കെ കിട്ടുന്നോ അതൊന്നും ഞാൻ ഒന്നും നോക്കുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് വരുന്ന അനുഗ്രഹങ്ങളൊന്നും നോക്കുന്നില്ല. എന്റെ വീട്ടിൽ തന്നെ എല്ലാവരും എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും അവർ വരുത്തുന്നില്ല. പക്ഷെ ഞാൻ ഈ സ്വയം എന്റെ ലൈഫ് എന്തോ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. എനിക്ക് മാത്രം പഠിച്ചവർ ഇങ്ങനെ വിധി എത്തിക്കാതെ ഇങ്ങനെ ആക്കുകയാണ്. എന്തിനാ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് പഠിച്ചവനെ മാത്രം കുറ്റപ്പെട്ടു ആ ഒരു രീതിയിൽ. അന്ന് ക്രാഫ്റ്റിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി അത്യാവശ്യം അലഹദില്ല കുഴപ്പമില്ലാതെ ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്റെ ക്യാരക്ടർ അത് സെയിം ആ ഒരു ക്യാരക്ടറിൽ തന്നെ. പിന്നെ അതിനൊരു മാറ്റം എനിക്കില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. എല്ലാവരോടും വെറുതെ ഒരു ആവശ്യമില്ലാതെ എല്ലാവരോടും ചീത്ത പറയുകയും ചെയ്താവും. അവരെന്തെങ്കിലും എന്നെ നല്ലതാണ് പറയുന്നെങ്കിൽ പോലും അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന് അങ്ങോട്ട് തട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതെ കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു ലൈഫ്. അത് കഴിഞ്ഞ് അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പം പിന്നെ എനിക്കിങ്ങനെ റെസിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹം. ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിന്റെ റെസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തതും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയി. സക്സസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് സെക്കൻഡ് റെസിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി. റെസിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ ഓർഡറും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഒരുപാട് വർക്കൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെ എനിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹത്തില് അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴൊക്കെ എന്റെ ഒരു ഉറപ്പ് ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയൂല, എന്റേതൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ പഠിത്തം അതവിടെ പ്ലസ് ടു അതവിടെ കഴിഞ്ഞു, ഇനി അതില്ല. അതേപോലെ തന്നെ മാരേജ് കഴിഞ്ഞ് അതും സ്റ്റോപ്പായി. അതുകൊണ്ട് ഇനിയിപ്പം അതില്ല, ഇനിയിപ്പോ വേറെ ആളെ ഏഹ് അവളിപ്പോ വരും കേട്ടോ. അവരെ ചെറിയൊരു മോനുണ്ട്, അവരെ എന്തോ ഒരു ഇഷ്യൂ ആണ്. ഒറ്റ മിനിറ്റ്. സോറി കേട്ടോ, ഞാൻ മോനെ വിളിച്ചപ്പോ ജസ്റ്റ് അങ്ങോട്ട് പോയതാണ്. അവന് ചെറിയൊരു മിഠായി കിട്ടി, അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. നോക്കണ്ട, അവനിങ്ങോട്ട് ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് ആ ഒരു റെസിന്റെ ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങി. റെസിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി അപ്പോഴും എന്റെ ക്യാരക്ടറിന് വലിയ ചേഞ്ച് ഒന്നുമില്ല. ഞാൻ തന്നെ എനിക്ക് ക്യാഷ് ഒക്കെ കിട്ടുന്നുണ്ട്. ക്യാഷ് ഒക്കെ കിട്ടിയാല് ക്യാഷ് എനിക്കൊരു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് അതിനൊരു ഇത് 100 രൂപയാണ് എനിക്ക് കിട്ടുന്ന പോലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ആ ഒരു പ്രോഫിറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, എന്റെ മോനൊരു ടോയ് വാങ്ങും, എന്തെങ്കിലും ഒരു ടോയ് വാങ്ങും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കും. എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അപ്പൊ വെച്ചാല് ബാക്കിയുള്ളവരുടെ മുന്നിൽ അവന് ഹുസ്ന, അവന്റെ കൂടെയുള്ള ഇടയ്ക്കൊരു വോയിസ് കട്ട് ആവുന്നുണ്ടേ. എനിക്ക് തോന്നാൻ ഹെഡ്സെറ്റിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ടോ? ആ ആണോ? ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ഓക്കെയാണ്. ആ ഓക്കെ, എനിക്ക് ഹെഡ്സെറ്റിന്റെ പ്രശ്നമായിരിക്കും. അതായിരിക്കും. ഇപ്പൊ ക്ലിയർ ആ, കട്ട് ആൻഡ് ക്ലിയർ. ഓക്കെ ഓക്കെ. ആ ഒരു രീതിയിലായിരുന്നു. അതായത് എനിക്കൊരു എന്ത് വരുമാനം എനിക്ക് വന്നാൽ പോലും അത് സേവിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അപ്പൊ തന്നെ അവനൊരു ടോയ്സ് വാങ്ങാം, അല്ലെങ്കിൽ അവന് തരാം. എനിക്ക് എന്ന് വെച്ചാൽ അപ്പൊ എന്റെ മൈൻഡിൽ എന്ന് വെച്ചാല് എനിക്ക് അവനിലൂടെ ഇതാകണം, അറിയപ്പെടണം, അല്ലെങ്കിൽ അവനെല്ലാം കൊടുത്ത് അവന് പഠിത്തം അല്ലെ അല്ലെങ്കിൽ എല്ലാതും അവന് വേണ്ട എല്ലാ സുഖ സൗകര്യം കൊടുത്ത് എന്ത് ചെയ്യണം,
അവന് ഒരു ഉപ്പല്ല, അല്ല അവന്റെ ലൈഫിൽ ഒരു ഉപ്പില്ല എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയരുത്. അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവരുടെ മുന്നിൽ അവന് അല്ലെങ്കിൽ അവന് അതില്ലല്ലോ അങ്ങനത്തെ ഇതില്ല. അത് ആ ഒരു സമയത്ത് പോലും ഞാൻ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ അവന് എല്ലാ ടോയ്സും അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നില്ല. പക്ഷെ അതിന് പകരം അവന് എന്റെ അടുത്തുനിന്ന് സ്നേഹം കൂടി കിട്ടണം, അല്ലെങ്കിൽ അവന് വേണ്ട ഫുഡ് ഞാൻ കറക്റ്റ് കൊടുക്കണം. അങ്ങനത്തെ മൈൻഡോ അങ്ങനത്തെ ചിന്തയോ ഒന്നും എന്റെ മനസ്സിലില്ല. അതും കൂടി ആ ഒരു കുട്ടിക്ക് അത്യാവശ്യം വേണ്ടത് അതായിരുന്നു. എനിക്ക് എന്റെ കൂടെയുള്ള കുറച്ച് സമയം, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അവന്റെ കൂടെ ഞാൻ ഇരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല. അതിന് പകരം കുറെ ടോയ്സ് വാങ്ങിക്കൊടുക്കുക, അതേപോലെ തന്നെ അവന് നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, കുറെ ചോക്ലേറ്റ്സും മിഠായും അങ്ങനത്തെ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം. അതല്ലാതെ കറക്റ്റ് അവന് നല്ലൊരു ഫുഡ് കൊടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കറക്റ്റ് ടൈമിൽ കൊടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു പോക്ക് ഇങ്ങനെ പോയി. പിന്നെയാണ് റെസിന്റെ ഒരു വർക്ക്ഷോപ്പ്, എനിക്ക് ഇങ്ങനെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് വെക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലാസ് ഒക്കെ ഇങ്ങനെ നടന്നു പോണോണ്ട് തന്നെ വർക്ക്ഷോപ്പ് വെക്കണം നല്ല ആഗ്രഹമുണ്ട്. ആ ഒരു വർക്ക്ഷോപ്പ് വെക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് അറിയുമെന്ന് അറിയില്ല, മുംതാസ് എന്ന് പറഞ്ഞിട്ട് റെസിൻ ആർട്ടിസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പം ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ആളുടെ വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. ആളുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിൽ ആ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമുക്ക് 2 days ആണ് ഓഫ്ലൈൻ ക്ലാസ് വരിക. അതിന്റെ മുന്നേ ഒരു 1 day നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ആളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ആളുടെ ബേബി ഇങ്ങനെ വരുന്നുണ്ട്. എന്റെ മോന്റെ അത് സെയിം പ്രായമുള്ള ആളാണ്. ആള് വന്നിട്ട് ആള് വന്ന് പിന്നെ ക്ലാസ്സിനിടയിൽ നിന്ന് ബുദ്ധിമുട്ടാക്കുമ്പോൾ പോലും ആൾക്ക് കൊടുക്കേണ്ട പരിഗണന അവിടെ കറക്റ്റ്. എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ക്ലാസ് ഒന്നും നോക്കുന്നില്ല. അതപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആള് ഇവന് വേണ്ടത് എന്താന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് കണ്ടപ്പോ എനിക്ക് എന്തോ എന്റെ മനസ്സിലത് തട്ടി. അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്തറിയോ, എന്റെ മോന്റെ അടുത്ത് ചൂടാവുന്നു നിന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. അവനോട് അനാവശ്യമായിട്ട് ഇങ്ങോട്ട് ചൂടാവുന്നത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അത്രേ ഉള്ളൂ ലൈഫിൽ മാറ്റം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴൊക്കെ എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം, അവന് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം, ടോയ്സും കാര്യങ്ങളും എല്ലാതും വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് അത് കണ്ടിട്ട് എന്തിനാ ബാക്കിയുള്ളവരുടെ ഇടയിൽ ഇവന് ഭയങ്കര ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഇവൻ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് റെസിന്റെ വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത്. വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് അവിടുന്ന് അവരുടെ അടുത്ത് നിന്നുള്ളത് ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാല് അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. എന്താ പറയാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറെ ആൾക്കാരുകൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ബോണ്ട് പറയാൻ കഴിയൂല, അത്രയുണ്ട്. അങ്ങനെ അവിടുന്ന് എന്തോ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഫീഡ്ബാക്ക് പറയുന്ന സെക്കൻഡ് ഡേ ഫീഡ്ബാക്ക് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു ടൈമിൽ അതുവരെ എന്റെ മനസ്സിലുണ്ടായെന്ന് വെച്ചാല് എന്റെ മോനെ നന്നായിട്ട് വളർത്തണം, അവനിലൂടെ എനിക്ക് അറിയപ്പെടണം, അല്ലെങ്കിൽ അവനെ നല്ലോണം ഇതാക്കി ഹംദാന്റെ ഉമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയപ്പെടണം. ആ ഒരു മൈൻഡ് ഉള്ളത് ഞാൻ അവിടുന്ന് മാറി. പക്ഷെ എന്തുകൊണ്ടാ മാറ്റിയതെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് അപ്പം വേണ്ടത് എന്നിലൂടെ എന്റെ മോനെ അഭിമാനിക്കാൻ കഴിയണം. അതായത് പിന്നെ ഹുസ്നയുടെ മോനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ എന്ത് ചെയ്യണം, എന്നിലൂടെ അഭിമാനിക്കാൻ കഴിയണം. ആ ഒരു ഇത് എന്ത് ചെയ്ത് ഞാൻ മാറ്റി. അതവിടെ ഞാൻ പറഞ്ഞ് എന്റെ വായിലൂടെ അത് എനിക്ക് അവിടെ പറയേണ്ടി വന്നുപോയി. എന്താ പറയാ, ഞാൻ ഉസ്താന്റെ മോനാണെന്ന് അവന് കുറച്ച് വലിപ്പം വെക്കുമ്പോൾ ആ ഒരു ഇതില് അത് പിന്നെ അതിന് വേണ്ടതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് വന്നപ്പോ തന്നെ മൊത്തത്തിൽ കുറെ എന്തൊക്കെയോ ലൈഫിൽ ഞാൻ ചേഞ്ച്, എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയൊക്കെ എന്റെ മനസ്സിൽ വന്ന്. അത് കഴിഞ്ഞ് ഞാൻ മുംസിന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് എഡിൻ ഡോക്സിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാല് എന്റെ ലൈഫ് മൊത്തത്തിൽ മാറുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് ലൈഫ് എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റമാണ് അവിടെ എത്തിയപ്പം. അപ്പം അവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് എന്റെ ചുറ്റിലൊന്നും ഒരു ഇതും ഇല്ല, അല്ലെങ്കിൽ എന്റെ ചുറ്റും ഞാനിങ്ങനെ വിചാരിക്കുന്നത് എന്റെ ചുറ്റുള്ളവർ ഇപ്പൊ രണ്ടാള് അതിന് മുന്നത്തെ ലൈഫിൽ രണ്ടാളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിലപ്പം വരുന്നത് തോട്ട് തന്നല്ലേ അവരെന്നെ പറ്റി എന്തോ പറയാണ്, അല്ലെങ്കിൽ എന്നെ പറ്റി എന്തോ ഒരു കുറ്റം പറയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് നോക്കിയാല്, അല്ലെങ്കിൽ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാല് ഒരു സഹതാപത്തിന്റെ സംസാരമാണ്. അവർക്ക് എന്തോ ഞാനെന്തോ ഒരു ഭാരമായോ, അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണോ, അങ്ങനത്തെ ആ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. അതായത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. അപ്പം ആ ഒരു ചിന്തൊക്കെ മാറി എന്നുള്ളതാണ്. അതായത് എന്താ പറയാ, എന്റെ ചുറ്റുള്ള ആളുകളിലല്ല പ്രശ്നം, എന്നുള്ളിലാണ് പ്രശ്നം. ഞാൻ ജസ്റ്റ് ഒന്ന് എന്നുള്ളൊന്ന് സെറ്റ് ആക്കിയാൽ തന്നെ എനിക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ മാറും, എന്റെ ചുറ്റുള്ള ആളുകളൊക്കെ മാറാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ആ ഒരു ടൂൾസിലും അതിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മൊത്തത്തിൽ മാറി തുടങ്ങി. മാറിയെന്ന് വെച്ചാൽ എനിക്കിത് പറയാൻ കഴിയില്ല, അത്രയും രീതിയിൽ
ചേഞ്ചസ് എന്റെ ലൈഫിൽ വന്ന് എന്നുള്ളതാണ്. എന്താ പറയാ, അതുവരെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നും ഇല്ലാതെ ക്യാഷ് ഉണ്ടാക്കുക, മോനെ ഹാപ്പി ആക്കുക, അവന്റെ ലൈഫ് അടിപൊളിയാക്കുക എന്ന് ചിന്തിച്ച ഞാന് അവിടുന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ വന്നു തുടങ്ങി. അതിലേറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് എന്നുള്ളതാണ്. എന്റെ മോനെ എന്നുള്ളത് മാറി എനിക്ക് എന്നുള്ളതായി എന്റെ ലൈഫ്. ഞാൻ ഹാപ്പി ആണെങ്കിൽ എന്റെ മോനെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ എന്റെ ഫാമിലി ഹാപ്പിയാണ്. ആ ഒരു രീതിയിലേക്ക് അതുവരെ ബ്ലോക്ക് ആയി നിന്ന് ഞാൻ മൊത്തത്തില് ഏകദേശം എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല, മൊത്തം ചേഞ്ച് ആയി എന്നുള്ളതാണ്. ആ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ GC ചെയ്ത് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഇടയിൽ ഒരു ദിവസമാണ് ഞാൻ കാലിക്കറ്റ് വന്നപ്പോഴാണ് മജി സാറിന്റെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കാലിക്കറ്റ് വെച്ചിട്ട്. അപ്പം അവിടെ ഗസ്റ്റ് ആയിട്ട് മുംസ് ഉണ്ട്. അപ്പൊ എനിക്ക് മുംസിനൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു അവസരമാണല്ലോ. അപ്പൊ മുംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ ആളുടെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ അവിടെ ചെന്ന് മുംസിനെ മീറ്റ് ചെയ്യാൻ. ആ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ മജി സാറെ കാണുന്നത് തന്നെ. അപ്പം ആ ഒരു ടൈമില് മുൻസ് എന്ത് ചെയ്തു, മജി സാറോട് പറഞ്ഞു ഇങ്ങനെ എന്റെ ഫ്രണ്ട് സ്റ്റുഡന്റ് ആണ്, അപ്പം ഓക്കെ കേറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്, അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് സത്യം പറയാം ഇപ്പഴും അറിയില്ല എന്താ പറയാ, എന്റെ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു പെർമിഷൻ നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടെ നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ ഒരു രീതിയിലായിരുന്നു മാജി സാറിന്റെ അടുത്ത്. അതിനെന്താ ഒരു കുഴപ്പമില്ല, സ്നേ കേറെന്ന് പറഞ്ഞിട്ട് ആളെന്നെ ഇൻവൈറ്റ് ചെയ്ത്. അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ചെയ്തിട്ട് അവർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അവർക്ക് നൽകിയ ആ ഒരു സെയിം പരിഗണന എനിക്ക് അവിടെ തന്ന്, ആളുടെ അടുത്തുനിന്ന് കിട്ടിയിരുന്നില്ല ആ സ്നേഹം. അതേപോലെ തന്നെ ആ ഒരു ഇതെന്ന് പറഞ്ഞാല് ഭയങ്കര എനിക്ക് തന്നെ അത്ഭുതപ്പെട്ട, ഇങ്ങനെയുള്ള മനുഷ്യർ ലോകത്ത് ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. അതാണ് സത്യം. ആരും സാറ് പുകഴ്ത്തി ാണെന്ന് വിചാരിക്കുന്നുട്ടോ, അത് സാറിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം സാറിന്റെ സ്നേഹം എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സാറ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. അപ്പം അന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ ആയിപ്പോയി. അതായത് ഞാൻ ഈ ഒരു ആ ഒരു വർക്ക്ഷോപ്പിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ട് ലാമി, ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് ജോയിൻ ചെയ്യാൻ പറ്റാത്തിരുന്നോണ്ടാ ഞാനിങ്ങനെ ശരി എനിക്ക് മിസ്സായി പോയല്ലോ, എനിക്ക് ജോയിൻ ചെയ്യായിരുന്നു എന്നുള്ള ഒരു ഇത് വന്ന്. കാരണം ആ ഒരു ഇപ്പം പൊതുവെ അങ്ങനെ ഞാൻ എവിടെ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെ കയറ്റിയിരുത്തുന്നോ. ഇനി കയറ്റിയിരുത്തിയാൽ തന്നെ ഈ ഒരു രീതിയിൽ പരിഗണന കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു കറക്റ്റ് ആ സ്റ്റുഡൻസിന് കിട്ടിയപ്പോ ലാസ്റ്റ് എനിക്ക് ഏറ്റവും പറയാനുള്ളത് വെച്ചാൽ ലാസ്റ്റ് സാറ് പോകുന്ന ടൈമിൽ കൂടി ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് പറയുന്ന പോലെ തന്നെ സാർ എന്റെ അടുത്ത് വന്നിട്ട് സ്നാപ്പ് പോവാട്ടോ ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് ആള് ആ ഒരു സ്നേഹത്തില് വന്നിട്ട് പറഞ്ഞിട്ട് പോയപ്പം സത്യം പറഞ്ഞാല് എനിക്ക് തന്നെ ആകെ വണ്ടറടിച്ച് നിന്ന് പോയി, എന്താ ഇങ്ങനെ എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു ഇൻഷാ അല്ലാഹ് സാർ എന്ത് ചെയ്യും, ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യും. അത് പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു വർക്ക്ഷോപ്പിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഫീൽ ചെയ്യാൻ അത് വേറെ തന്നെയാണ്. അവിടുന്ന് കിട്ടുന്ന ഓരോന്നും ക്ലാസ് ആയാലും ഓരോരുത്തരെ ജേണി കാര്യങ്ങളൊക്കെ കേട്ടുമ്പോ എന്ന് പറഞ്ഞാല് തസ്നി മാമിന്റെ ഒക്കെ എന്ന് പറഞ്ഞാല് അടിപൊളി. അതൊക്കെ കേൾക്കുമ്പോ നമ്മളെ ലൈഫൊന്നും ഒന്നുമല്ല. ഞാൻ പഠിച്ചോനെ ഇത്രയും ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടായിട്ടാ ഞാനിവിടെ ചെറിയൊരു കുഞ്ഞു പ്രശ്നം വന്നിട്ട് എന്താ പറയാ വേണ്ട ലൈഫ് മതി ഇനി ഒന്നുമില്ല ഇവിടെ കഴിഞ്ഞ് ഈ ഒരു 23 വർഷം കൊണ്ട് എന്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു നിന്നിട്ടുള്ള ഇങ്ങനെ അങ്ങനത്തെ ഒരുപാട് ഓരോരുത്തരും അതിലെ ഓരോ ആളുകളും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഫെസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് ഇൻഷാല്ലാ അടുത്ത വർക്ക്ഷോപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യണം, അത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ആ ഒരു ടൈമിലാണ് നെക്സ്റ്റ് വർക്ക്ഷോപ്പിന്റെ ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അന്ന് കറക്റ്റ് ഞാൻ GC സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ക്ലാസ്സും കാര്യങ്ങളും പോകണം. അപ്പം കറക്റ്റ് ടൈമിലാണ് ക്ലാസ് വരുന്നത്, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ കഴിഞ്ഞ് പിറ്റത്തെ വർക്ക്ഷോപ്പ് വന്നപ്പോ ജസ്റ്റ് ഞാൻ അതിനെ പറ്റി കണ്ടപ്പം ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ ലാമി, ആള് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മജി സാറെ. അപ്പൊ ഞാൻ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ലാമി എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ട് മജി സാറെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാണ്, എന്താ നിന്റെ ഒരു അഭിപ്രായം? വളരെ വിഷ്ണു നീ ചെയ്യ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത് നിനക്ക് നീ ആ ഒരു ഫെസ്റ്റിന് വന്നപ്പോ തന്നെ നീ കണ്ടില്ലേ, അതാണ് അത്. എന്താ പറയാ, നീ അറ്റൻഡ് ചെയ്താൽ നിനക്ക് ഒരിക്കലും മിസ്സാവൂല, അത്രയും അവിടുന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ ആള് അപ്പൊ തന്നെ നീ ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ ജോയിൻ ആയിക്കോന്ന് പറഞ്ഞേ. അങ്ങനെയാ മാജി സാറെ കോണ്ടാക്ട് ചെയ്ത ടൈമിലും ഇതേപോലെ തന്നെ മാജി സാറ് എന്താ പറയാ ആ സാറിന്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാല്
അടിപൊളിയാണ്. ഈ ഇരിക്കുന്ന എല്ലാരും ഇപ്പൊ സാറെ ക്ലാസ്സിൽ ആരൊക്കെ വന്നിരിക്കുന്നത് അവർക്കൊക്കെ അറിയാം. സാറെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് ആ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും സാറ് ഓരോ സാറ്റർഡേയിൽ ക്ലാസ് വെക്കുമ്പോഴും നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഉറപ്പാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് ചെയ്തപ്പം ഓക്കെ JC കിട്ടിയിട്ടുള്ള ഒരു സെയിം ടൂൾസ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതേപോലെ തന്നെ അതിന് പുറമെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താ പറയാ അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിന്റെ സപ്പോർട്ടാണ്. നമുക്ക് എന്താ പറയാ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ പിന്നെ ഒരുപാട് കോച്ചസ് ഉണ്ട്, അതേപോലെ ട്രെയിനേഴ്സ് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നവരുണ്ടാവും. പക്ഷെ എന്താ പറയാ സാറൊരു സപ്പോർട്ട് ഉണ്ട്. അതായത് ആള് എന്താ പറയാ ഓരോ ടൈമിലും നമ്മളിങ്ങനെ സപ്പോർട്ട് നമ്മള് ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അതായത് പിന്നെ ഇപ്പം ഒരു ക്ലാസ് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ലാസ് കൊടുക്കാം, എന്തൊക്കെയാണ് ടൂൾസ് കാര്യങ്ങള് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക, അത് അവിടെ കഴിഞ്ഞ്. പക്ഷെ സാറ് സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സാറ് എന്ന് വെച്ചാല് എന്തൊക്കെ നമ്മള് എത്തിപ്പെട്ടാ മതി, ബാക്കി സാറ് ഏറ്റ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ളതൊക്കെ സാർ അങ്ങ് നോക്കിക്കോളും. സാർ എന്ത് ചെയ്യും, എല്ലാതും ഓരോ ടൈമിൽ ഇങ്ങനെ എന്തായി സാറ് എന്താ പറയാ, ഞാനിപ്പോ ഉപയോഗിച്ച് പറയണ്ട, അതിനിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാറെ കുറിച്ച് അറിയാം. അത് എന്താ പറയാ സാർ അടുത്ത് എത്തിയിട്ടുള്ള ഏതൊരാൾക്കും സാറെ കുറിച്ച് അറിയാം. ഇപ്പം എന്താ പറയാ ആ ഒരു പലപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്കായി നിന്ന് പോയിട്ടുണ്ട്. ടൂൾസ് ഒക്കെ ബ്ലോക്ക് ആയി. പക്ഷെ ആ ഒരു ടൈമിലൊക്കെ സാറ് കണക്ട് ചെയ്ത് സാറോട് ഞാൻ പറയാണ്, സാറ് പറ്റുന്നില്ല, ടാസ്ക് ഇവിടെ സ്റ്റോപ്പായി കിടക്കാൻ. അപ്പൊ തന്നെ സാറ് ആ എന്താണ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടത് ഒരു 2-3 വോയിസ് സാറിന് കേട്ടാല് കഴിഞ്ഞ്. അപ്പൊ ഫുൾ എനർജി അപ്പൊ ഫില്ലാവും അവര്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ജേണിക്ക് ശേഷം ആദ്യമുള്ള ഞാനേ അല്ല ഇപ്പം. എനിക്ക് ഇപ്പം സത്യം പറഞ്ഞാല് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ്. ഇപ്പൊ ഇനിയിപ്പോ ആരെന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ എന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരാൾ എന്നെ പറ്റി വേണ്ടാത്ത പറഞ്ഞാൽ പോലും ഓക്കെ എനിക്കിങ്ങനെ കൂളായിട്ട് കേട്ടിരിക്കാനാ തോന്നുന്നത്. കാരണം അവര് എന്നെ ചീത്ത പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ അവരിപ്പം എന്നെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞേ, അത് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ കഴിഞ്ഞു. പക്ഷെ ഞാനാണ് അത് വീണ്ടും വീണ്ടും അതിന്റെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് അവരോടും ദേഷ്യം വെറുപ്പും ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. അതേപോലെ തന്നെ എനിക്കും അത് ബാധിക്കും. ആ ഒരു രീതിയിലാണ്. ഇപ്പം പിന്നെ നമ്മളാരും അയക്ക് ഇങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കില്ല. ഓരോ ദിവസം കൂടുന്തോറും അതിങ്ങനെ ചീഞ്ഞ് വരിക ചെയ്യാം. അപ്പം അത് ആ ഒരു കംപ്ലീറ്റ് അതൊക്കെ മാറി. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയും എന്റെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫിൽ ചെയ്ത് ഇപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താ പറയാ ഒരുപാട് പലതുണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാല് ഇപ്പം കുറച്ച് ദിവസം മുന്നേ എന്റെ ഉമ്മ ഇങ്ങനെ എന്റെ എന്താ പറയാ ഇത്താത്തനോട് ഇങ്ങനെ പറയുന്നത് കേട്ട്. ഞാന് അവരെ മുന്നിൽ ഞാനില്ല, ഞാൻ പുറത്താ. അപ്പം ഇത്താത്തനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ഇപ്പൊ ആ ചാട്ടക്കളിയൊന്നും ഇല്ല, ഇപ്പൊ കൊറേ അതൊക്കെ നിന്നിക്കണ്, ഇപ്പൊ എന്തൊക്കെയോ മാറ്റം വന്നിന്. അപ്പൊ ഞാൻ തന്നെ അൽഹംദുലില്ലാ. ഇനി എനിക്ക് മാത്രല്ല തോന്നിയത്, എന്റെ ചുറ്റുള്ള ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ലൈഫിൽ മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളത്. ആ ഒരു രീതിയിൽ ഇപ്പൊ മോന്റെ അടുത്താണെങ്കിലും ഇപ്പം പഴയ പോലെ ചാട്ടക്കളിയൊന്നുമില്ല. അവന് വേണ്ടതെല്ലാം ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവന് വേണ്ടത് ടോയ്സ് അല്ല, അല്ലെങ്കിൽ അവന് വേണ്ടത് ഒരുപാട് നല്ല നല്ല ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെയല്ല. അത് വേണം, അത് വേണ്ട എന്നല്ല. അതിനേക്കാൾ ഉപരി അവന് എനിക്ക് എന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, സ്നേഹം കാര്യങ്ങളൊക്കെ അവന് കിട്ടണം. അതൊക്കെ ഇപ്പൊ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടി. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ പിന്നെ ഇപ്പം അതില് ഏറ്റവും എന്താ പറയാ എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് മാജി സാറ്. ആളുടെ ഈ ഒരു ഇതിലേക്ക് എത്തിയോണ്ട് തന്നെ സത്യം പറയാം, ഞാൻ പേഴ്സണലി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ സാറ് സപ്പോർട്ട് എന്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പെട്ടെന്ന് എന്താ പറയാ എന്റെ ലൈഫിൽ ചേഞ്ചസ് വന്നെന്ന് ഞാൻ എന്തായാലും പറയും. കാരണം എന്താ പറയാ ഈ ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയാൽ പോലും നമുക്കിപ്പം ഒരുപാട് അറിവുകൾ, അതിപ്പം മോട്ടിവേഷൻസിന്റെ ഓരോ ക്ലാസ് കാര്യങ്ങൾ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. അത് അപ്പം എന്ത് ചെയ്യും, ആ ഒരു കിട്ടുന്ന ടൈമിൽ നമുക്ക് ഒരു കിക്ക് ഉണ്ടാവും, അത് അവിടെ കഴിയും. അങ്ങനെ ഉണ്ടാവില്ലേ. പക്ഷെ അത് അങ്ങനല്ല, ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുമ്പോൾ അത് വേറെ തന്നെയാണ്. ഇപ്പം ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരും ഒരുപാട് പേര് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം എല്ലാവരും. ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും നോക്കണ്ട മക്കളെ, ഇപ്പൊ തന്നെ ജോയിൻ ആയിക്കോളി. എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല.
അത് ഉറപ്പാണ്. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉറപ്പാണ്. അപ്പം ഇതൊക്കെ തന്നെ എന്റെ ലൈഫ് ജേർണി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിപ്പെട്ടത്. ഇതൊരു എന്ന് വെച്ചാൽ ഒരു 3-4 മാസം കൊണ്ടുള്ള ഒരു ജേർണിയാണ് ഇത്രയും മാറ്റങ്ങൾ എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഇനിയും വിവരങ്ങളിലേക്ക് പോകാനുണ്ട്. ടീമിന്റെ കൂടെ ഒക്കെ എന്തായാലും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഹുസ്ന. ഞാൻ വിചാരിച്ചു ഞാന് ഈ റൂഫൊക്കെ പൊളിച്ചു പോകുന്നു. താങ്ക് യു സോ മച്ച്. ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ എന്താ സംഭവിച്ചാല് ആള് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ശരിക്ക് നമ്മള് ഓരോ ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ഉള്ളിലുള്ള റെസിൻ ആർട്ടിസ്റ്റും അതേപോലെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആ ഫ്ലോയിൽ ഇങ്ങനെ പറയാണ്. ഇങ്ങനെ ഒരു കോച്ച് ആവാനുള്ള ഏറ്റവും നല്ല എബിലിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത പ്രകാരം മുന്നോട്ട് ഓരോ ദിവസവും അതിനു വേണ്ടി പ്രയത്നിക്കുക. ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടൈം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ മൈൻഡ് സെറ്റ് നമ്മൾ വിചാരിച്ച പോലെ ആ ടൂൾസ് കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും നല്ല വൃത്തിയുള്ള മൈൻഡാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ജേർണി. പിന്നെ ഇനിയും നമ്മൾക്ക് ഗ്രോത്ത് ഇനിയിപ്പം ഇപ്പൊ ഈ 3 months ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചിന്താഗതിയിലും അതേപോലെ മറ്റുള്ള ആക്ഷൻസ് എടുക്കാനും മറ്റുള്ള മനുഷ്യന്മാരോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലൈഫില് വലിയ വലിയ നേട്ടങ്ങളിൽ എത്തിപ്പെട്ടിട്ട് വീണ്ടും കുറച്ച് കഴിയുന്ന സമയത്ത് അടുത്ത ഇങ്ങനെയുള്ള ജേർണി ഷെയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ അവസരത്തെ അടുത്ത് പറഞ്ഞിരുന്ന ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ പോവായിരിക്കും. എക്സാം ഉണ്ട്, ബിസി ഉണ്ട്. പക്ഷെ എങ്കിലും ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോ മാഷല്ല ഇങ്ങനെ കേട്ടിരിക്കരുത്. ആൾ എന്താ പറയുക, എന്ത് സംഭവിച്ചത്. നമ്മളിങ്ങനെ ഗൈഡിന്റെ നിങ്ങൾക്കറിയുണ്ടാവും, ഗൈഡിന്റെ പോലെ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസിന് ആളിങ്ങനെ ഫ്ലോക്ക് വന്ന് പോവാൻ എവിടെയും സ്റ്റോപ്പ് ചെയ്യാണ്ട് നിങ്ങൾ അപ്പൊ കുട്ടിന്റെ എന്താ ആവശ്യത്തിന് പോയി നമ്മളൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. എന്തവർക്ക് പറയാനില്ല, എന്തവർക്ക് പറയാനില്ല. അതൊക്കെല്ല നിങ്ങൾക്ക് നിങ്ങളെ കണക്ട് ഇല്ല. ഞാൻ ഈ ടീമിന്റെ കൂടെ 2 മാസമായിട്ടുള്ള താമസിച്ചിട്ടില്ല. ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ കേൾക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് മാജിക് യൂണിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കുറെ കോച്ചസ് ഉണ്ട്, കുറെ ട്രെയിനിങ് ഉണ്ട്, എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അവര് പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരിക്കലും അവസരത്തിന്റെ മുഖ്യ പറയില്ല. ഞാൻ 2 month ആയിട്ടുള്ള സോങ് ചെയ്തിട്ട് പക്ഷെങ്കിൽ ഇപ്പോഴും എനിക്കൊരു അറിയാത്ത കാര്യം നേരെ ഓടിച്ചില്ല. ഒന്നും വഴക്കില്ല മിസ്സിന്, അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല മിസ്സിന, അങ്ങനെ മിസ്സിന, ഇത് ഇങ്ങനെ പഠിക്കാൻ മിസ്സിന, എല്ലാം നമ്മളെ കൂടെ ആളിങ്ങനെ ഗൈഡായിട്ട് പറഞ്ഞു തരും. ഇതൊരിക്കലും ആളെ പൊക്കി പറയില്ലട്ടോ. എല്ലാവരും കൂടെ വന്നിട്ട് എല്ലാ സത്യങ്ങളാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളാണ്. ഇപ്പൊ എല്ലാവരും ജോയിൻ ആവാൻ കൂടെ ഇൻഷാല്ല നമ്മൾ എന്നും നിങ്ങളെ ഉണ്ടാവും. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് ഇൻഷാല്ല നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യണ കാണാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ല മാഷാഅല്ലാ മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച് മിസ്ന ഹുസ്ന. നല്ല മാച്ചിങ് ആയിട്ടുള്ള നെയിംസ് ആണ്. പിന്നെ ഇന്ന് നമ്മളുടെ അടുത്ത സെഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു റിനോൺഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഗ്രോത്ത് ട്രെയിനർ ആണ്. ആള് റൊട്രാക്ട് ക്ലബിന്റെ പ്രസിഡന്റ് ഒക്കെ ആണ്. അതേപോലെ ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് ആളുകൾക്കും ലൈഫിൽ റിയൽ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ആളുടെ പേരാണ് നേഹ കബീർ. സോ വെൽക്കമിങ് യു ഓൺ ബോർഡ് നേഹ കബീർ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹായ്. ഓക്കെയാണ്. ഹലോ എവരിവൺ. ഹലോ എവരിവൺ. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാനാണോ? അപ്പം ഞാൻ ഒറ്റയ്ക്കാണോ സംസാരിക്കേണ്ടത്? എനിക്ക് നല്ല റെസ്പോൺസ് വേണം കേട്ടോ. മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. താങ്ക് യു. ഹലോ ഹായ്. ഓഡിബിൾ അല്ലേ? Am I audible? Yes. Okay, I'm Neha. I'm a psych growth trainer. So, എന്താണ് സൈക്കോളജിക്കൽ ഗ്രോത്ത് ട്രെയിനർ എന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മുന്നിലിരിക്കുന്ന യുണീക്നെസ് കോച്ചാണ്. സോ അതുപോലെയുള്ളൊരു കോച്ചിങ് സിസ്റ്റം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ സൈക്കോളജിക്കൽ ഗ്രോത്ത് ട്രെയിനിങ്, ഞാൻ സൈക്കോളജിയാണ് കഴിഞ്ഞത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജിയാണ്. ഡിഗ്രി ചെയ്തത് സൈക്കോളജിയിലാണ്. സോ ഡയഗ്നോസിസിലേക്ക് പോകുന്നതിന് പകരം ഐ ചൂസ് ഗ്രോത്ത് ഫേസ്.
സോ ആളുകളുടെ അസുഖങ്ങൾ ശമിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിന് പകരം അസുഖങ്ങൾ ഉള്ളവർക്കും അല്ലെങ്കിൽ ഇല്ലാത്തവർക്കും ഒരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. സോ നേരത്തെ ഒരാൾ സംസാരിച്ചിരുന്നല്ലോ, എന്താ പേര്? ഹുസ്ന. അതെ, യെസ് ഹുസ്ന, യെസ്. ഒരു ഹായ് തരോ? ഒരു ഫാൻ ആയി പോയിട്ടോ ഞാന്. ഫേന മാത്രമൊന്നുമില്ല. അതെ, അല്ല അത് ഞാനല്ല പറയേണ്ടത്, ഞാനല്ല പറയണത്, ഞാനാ ഫാനായി പോയത്. നന്നായിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. എനിക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരു താങ്ക്സ് ഒന്ന് ടൈപ്പ് ചെയ്യണേ ഹുസ്നക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഹുസ്ന. അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണില്. ഞാന് ഇൻഷാ അല്ലാ അതിനെ പരിഗണിക്കുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ സെഷൻ എന്നോട് പറഞ്ഞത് ഹാബിറ്റിനെ പറ്റി സംസാരിക്കാനാണ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഹാബിറ്റിനെ പറ്റി സംസാരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അപ്പം ജസ്റ്റ് ഒരു ഹുസ്ന ഒരു ത്രെഡ് എനിക്ക് ഇട്ടരോ? എന്താണ് ഹുസ്നന്റെ തോട്ടില് വാട്ട് ഇസ് ഹാബിറ്റ്? അൺമ്യൂട്ട് ചെയ്തോളൂ. ഹുസ്ന അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല, മോൻ അവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞാൽ മതിയോ? പോരാ അത് പോരാ, നാളെ എനിക്ക് തോന്നുന്നു മകന്റെ അടുത്ത് ബിസിയാൻ തോന്നുന്നു, അതുകൊണ്ടാ. ഹുസ്ന വേറെ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഹാബിറ്റിനെ പറ്റി നിങ്ങളൊരു തോട്ട് ഷെയർ ചെയ്യാൻ? ആരായാലും മതി. ആ ഫൗസിയ മാം കുറച്ച് പറഞ്ഞോളൂ. സെക്കൻഡ്സ് ആയിട്ടില്ല. എനിബഡി ജസ്റ്റ് ഫൗസിയ ടൈപ്പ് മാം, ചെയ്താലും മതി, ഞാൻ വായിച്ചോളാം. സീന മാം, ഇവിടെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഫൗസിയ മാം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു ഡെയിലി റുട്ടീൻ പോലെ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് ഇപ്പോൾ നമ്മൾ രാവിലെ എത്ര ടൈമിന് എണീക്കുക, ബ്രഷ് ചെയ്യുക, കുളിക്കുക, നമാസ് മീൻസ് പ്രേയിങ് കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ ഇപ്പോൾ റീഡിങ് ആണെങ്കിൽ അത്, അങ്ങനെ ഒരു ഡെയിലി റുട്ടീനിൽ ചെയ്തു പോണ നമ്മളെ ശീലങ്ങൾ എന്ന് പറയില്ലേ, അതാണ് യെസ് യെസ്, നമ്മുടെ ലൈഫില് നമ്മളെപ്പോഴും ഒരു ദൂരത്ത് നിന്നാണ് നമ്മൾ നോക്കല്ലേ, ഒരു വൈഡ് ആംഗിളിൽ നിന്നാണ് നമ്മൾ ലൈഫിനെ നോക്കുക. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വൈഡ് ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ലൈഫിനായിരിക്കും നോക്കുന്നുണ്ടാവുക. അത് എങ്ങോട്ട് പോകുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. പക്ഷെ അതിന്റെ കുഞ്ഞു കുഞ്ഞി യൂണിറ്റ്സ് ആണ് എന്ത് ഹാബിറ്റ്സ്. ഓരോ ഹാബിറ്റ്സും കൂടിച്ചേർന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതാണ് പിന്നീട് നമ്മുടെ ലൈഫായിട്ട് മാറുന്നത്. റൈറ്റ്. സോ നമ്മൾ ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ് റീഡിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ. ഇവിടെ ആരൊക്കെ വായിക്കുന്നവരുണ്ട്? പുസ്തകം വാങ്ങിക്കുന്നവരല്ല, വായിക്കുന്നവരെയാണ് വേണ്ടത്. എനിബഡി ഡെയിലി വായിക്കോ? ഡെയിലി വായിക്കുന്നവരൊന്ന് യെസ് ഇടാ. ആഴ്ചയിൽ ഒരിക്കൽ വായിക്കുന്നവരൊന്ന് 1 എന്ന് ടൈപ്പ് ചെയ്യാം. റീഡിങ് ഏകദേശം ഒരു 6th സ്റ്റാൻഡേർഡ് തുടങ്ങി ഉള്ളൊരു ചെറിയൊരു ശീലമാണ്. ആരാ ഇത് സംസാരിക്കുന്ന? പേര് പറയോ? എന്റെ പേര് ഫൗസിയ. ഫൗസിയ. ക്യാമറ ഓൺ അല്ല? ഞാനിപ്പോ എന്റെ സിസ്റ്റർ കുട്ടികളൊക്കെ കൂടെ മൊത്തത്തിലൊരു സഹവാസാണ്. കുറച്ച് വോളിയം കേൾക്കുന്നില്ല. ആ, ഞാനിപ്പോ എന്റെ സിസ്റ്റർ കുട്ടികളൊക്കെ കൂടെ ഇരിക്കാണ്, വീട്ടിലാണ്. അപ്പൊ ഓക്കെ, അതിന്റെ കുഴപ്പമില്ല. ഓക്കെ. അതുകൊണ്ടാ. സോ റീഡിങ് എന്നുള്ളത് ഒരു ഹാബിറ്റ് ആണ്. പക്ഷെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് റീഡിങ് എന്നുള്ളത്.
അത് പുസ്തകമാവാം, ഫോണിലാവാം, എന്തും ആവാം. റീഡിങ് ഹാബിറ്റ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. റീഡിങ് എന്നുള്ളത് ലേണിംഗ് എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട്. എത്ര പേര് റീഡിങ് ഫിക്ഷൻസ് മാത്രം വായിച്ച് നമുക്ക് ആ ഒരു ഫാന്റസിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക എഫ് എന്ന്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം. ഒന്ന്, നമുക്ക് കുറച്ച് ടൈം പാസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാന്റസിയിൽ ഇരിക്കുന്ന ആൾക്കാര് അതാ കുറെ പേര് എഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫിക്ഷൻ വായിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് റീഡിംഗ് എന്നുള്ള ഒരു ഹാബിച്വൽ ആയിട്ട് വായിക്കുന്നവരൊരു ടീമുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് ഇസ് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയണം. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ അല്ലേ, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ. അതിപ്പം കുറെ ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയ വയസ്സിൽ വായിച്ചത് സീക്രട്ട് ആണ്. ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ വായിച്ചത് സീക്രട്ട് ആണ്. അതിന്റെ കൂടെ ഒരു +1 പഠിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചത് റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണ്. സോ ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ നമ്മൾ ചെറിയൊരു ലേണിംഗ് പ്രോസസ്സും കൂടിയാണ്. നമ്മുടെ തലയും കൂടി വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു ജനറേഷനിൽ നമ്മൾ എന്താക്കുന്നില്ല, ലേണിംഗ് ബുക്സിലൂടെ വളരെ കുറവാണ്. ഈവൻ സ്കൂൾസിലാണെങ്കിലും നമ്മൾ ബുക്സ് വായിച്ചാണോ പഠിക്കുന്നത്? ടീച്ചേഴ്സ് പറയുന്നു, ഈ വഴിക്ക് കേൾക്കുന്നു, മറ്റേ വഴിക്ക് വിടുന്നു. ഇതാണ് നമ്മുടെ ലേണിംഗ് പ്രോസസ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെക്കുന്നത്. നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് വിചാരിക്കും ഇനി മുതൽ ടെക്സ്റ്റ് ബുക്ക് ഫുൾ വായിക്കും, എക്സാമിന് മുന്നേ എല്ലാ ടെക്സ്റ്റ് ബുക്സും ഒരു തവണെങ്കിലും വായിച്ചിരിക്കൂ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എക്സാമിന് കാത്തിരിക്കുന്നുണ്ടാവാം. രാവിലെ മാത്സ്, ഉച്ചയ്ക്ക് ഇംഗ്ലീഷ്, രാത്രി കിടക്കാൻ നേരത്ത് ബയോളജി. ഈ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഞാനും കുറെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ടൈം ടേബിൾ ഒക്കെ എഴുതി വെക്കും, ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇന്ന് ഞാൻ ഇത്ര ചാപ്റ്റർ പഠിക്കും, ഇത്ര ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താ നടക്കുക? അവസാനത്തെ ടൈമിൽ ജസ്റ്റ് കയറി ടപ്പേന്ന് എല്ലാ ചാപ്റ്ററും ഓടിച്ചു പോകും, എന്നിട്ട് എക്സാം എഴുതും. ഇതാണ് എന്റെ പരിപാടി. അങ്ങനെ ഇരിക്കെ അതെന്താണ്, നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി, ലേണിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് റീഡിങ് എന്നുള്ളത്. ആൻഡ് അതർ തിങ് ഈസ് ടൈം പാസിന് വേണ്ടി നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും അങ്ങനെ റീഡ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്നൊരു ജസ്റ്റ് ഒരു എസ്കേപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റീഡിങ് നിന്ന് ടൈപ്പ് ചെയ്യട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ. സോ വേറെ എന്തെങ്കിലും മാഗസിൻസ് ആയിക്കോട്ടെ, നല്ല എഴുത്തുകളായിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. ദ അതർ സൈഡ്, റീഡിങ്ങിന്റെ അതർ സൈഡാണ് എന്റർടൈൻമെന്റ്. നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി വായിക്കുന്നത് വേറൊരു പില്ലറായില്ലേ. സോ റീഡിങ് എന്നുള്ള ഒരു ഹാബിറ്റ് ആണെങ്കിലും ഡെയിലി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ ഇവിടെ ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കുറെ പേരുടെ പേരുകളുണ്ട്. ഇനിയിപ്പോ ഞാൻ ഫോൺ എടുത്ത കുറെ കാര്യങ്ങൾ അതിൽ ഗൂഗിളില് അല്ലെങ്കിൽ റീൽസിൽ അതിന്റെ ക്യാപ്ഷൻസിൽ അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ എല്ലാ ബോർഡ്സും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവറി ഹാബിറ്റ്സ് ഗിവ്സ് us some sort of ഒരു പ്ലഷർ നമുക്ക് കിട്ടും, റൈറ്റ്? ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് പ്ലഷർ കിട്ടും. ചില കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നമുക്ക് പ്ലഷർ കിട്ടും. സോ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഹാബിറ്റ്സിനും ഓരോ പേർപ്പസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞു, 3 തരത്തിലുള്ള റീഡിങ് പറഞ്ഞു. ആൻഡ് ആ 3 കാര്യങ്ങൾക്കും ഡിഫറെന്റ് പേർപ്പസ് ആണ് വരുന്നത്. ഇതുപോലെ ബാഡ് ഹാബിറ്റ്സും ഉണ്ട്, അതിലും പ്ലഷറും ഉണ്ട്, അതിനും പേർപ്പസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ? ഒരു ബാഡ് ഹാബിറ്റ് എന്താണ്? ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു ബാഡ് ഹാബിറ്റ് അല്ലേ? ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അതിൽ കിട്ടുന്ന അതിന്റെ പേർപ്പസ് എന്തായിരിക്കും? ഞാൻ നേരത്തെ തൊട്ടു മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, സെയിം കാര്യമാണ്. പ്ലഷറിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ? ഒരു പർട്ടിക്കുലർ മൊമെന്റിന് കിട്ടണ ഒരു പ്ലഷർ അല്ലേ? പ്ലഷറിന് വേണ്ടിയിട്ടാണ്. ബട്ട് അതിന്റെ പില്ലർ എന്താണ്? ഞാൻ നേരത്തെ 3 പില്ലേഴ്സ് പറഞ്ഞു. എന്റർടൈൻമെന്റ്, ലേണിംഗ്
Escape, depression, Escapism. So escape. each and every habit, അതിനെല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്, അതിന് പ്ലഷറും ഉണ്ട്. അത് ഗുഡും ആവാം ബാഡും ആവാം. സോ നമ്മളൊരു ഡ്രഗ്സ് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എസ്കേപ്പിന് വേണ്ടിയിട്ടായിരിക്കാം ചിലർ യൂസ് ചെയ്യുന്നുണ്ടാവാം. ചിലര് അതിനെ ലേണിംഗ് പേർപ്പസിലും യൂസ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി അവിടെ കേട്ടെ. എന്തുകൊണ്ടായിരിക്കും ഒരു വ്യക്തി എസ്കേപ്പിന് വേണ്ടി അവരുടെ ഡെയിലി ലൈഫിൽ നിന്ന്, അവരുടെ സ്വബോധത്തിൽ നിന്ന് എസ്കേപ്പ് ആഗ്രഹിച്ച് ഒരു സാധനം ചെയ്യുന്നത് എന്തിനായിരിക്കും? അതിന്റെ കോസ് എന്തായിരിക്കും? നമുക്ക് കോച്ചിനോട് ചോദിക്കാം. അടുത്ത ചോദ്യം കോച്ചിനോടാണ്. ഓക്കെ, എന്തിനായിരിക്കും ഒരു വ്യക്തി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫില്, ബ്യൂട്ടിഫുൾ ആവാം അല്ലാതാവാം, അയാൾ എന്തുകൊണ്ട് എസ്കേപ്പ് ആഗ്രഹിച്ച് ആ ഒരു കാര്യം ചെയ്യുന്നു? ആൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഡിപ്രഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു എസ്കേപ്പിസം. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. കോച്ച് കൊള്ളാലോ, നിങ്ങളെ കോച്ച് അല്ലേ, ഉഷാറല്ലേ? ഓക്കെ ഓക്കെ, ഒരു തംസ് അപ്പ് കൊടുത്തേ. യുണീക്നെസ് കോച്ചിന് ഒരു തംസ് അപ്പ്. സോ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇപ്പം നമ്മൾ വന്ന റൂട്ട് ഓർമ്മയുണ്ടോ? എന്താണ് ഹാബിറ്റ്? ഹാബിറ്റ് ഇസ് എ യൂണിറ്റ്, ആൻഡ് ആ ഓരോ യൂണിറ്റിനും ഓരോ ഹാബിറ്റിനും ഓരോ പേർപ്പസും ഓരോ പ്ലഷർ പോയിന്റ്സും ഉണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ബാഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഗുഡ്. ഇപ്പൊ ഒരു ബാഡ് ആണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? അത് എസ്കേപ്പിന് വേണ്ടിയിട്ടാണോ, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണോ, ഇനി അതല്ല മറ്റേതെങ്കിലും പേർപ്പസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കി അല്ലേ? സോ ഇപ്പൊ നമ്മൾ കോച്ച് പറഞ്ഞ പോലെ തന്നെ ചില ആളുകള് എസ്കേപ്പിന് വേണ്ടിയിട്ട് അതെന്തും ആവാം, നമ്മൾ അതിനെ ശരി തെറ്റ് എന്നൊന്നും അനലൈസ് ചെയ്യണ്ട. പല കുട്ടികളും ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിലേക്ക് വീഴുന്നത് എന്തിനായിരിക്കും? എസ്കേപ്പിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പം അത് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും, റൈറ്റ്? സ്വന്തം ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങള്, പാരന്റ്സിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങള്, സ്കൂൾസിൽ നടക്കുന്ന പ്രശ്നങ്ങള്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് എന്താ ഇപ്പം ചിന്തിക്കാനുള്ളത്, അവർക്ക് നല്ല ഡ്രസ്സ് കൊടുത്താൽ മതി, ഫുഡ് കൊടുത്താൽ മതി, നല്ല സ്കൂളിൽ ചേർത്താൽ മതി, ഫീസ് കൊടുത്താൽ മതി, ഇത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുക. ശരിയല്ലേ ഹുസ്ന? ബേസിക് തിങ്സ്. ഈ മൈൻഡ് സെറ്റ് നമുക്ക് എന്തുകൊണ്ടാ വന്നത് അറിയോ? യെസ്, പറഞ്ഞോളൂ. എന്റെ ഒരു ചിന്താഗതി അങ്ങനെ ആയിരുന്നു. അതായത് മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ടോയ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കുറെ ചോക്ലേറ്റ്സ് മിഠായി വാങ്ങി കൊടുക്കുക. അവന് നല്ല ഒരുപാട് അവന് ഒരു ഏകദേശം എവിടെ വരെ പഠിപ്പിക്കണം എന്ന് വരെയുള്ളത് വരെ ഞാൻ സെറ്റ് ചെയ്തത്. അതൊക്കെയാണ് അവന് വേണ്ടത് എന്നുള്ളതാണ് ഫിക്സ് ചെയ്തത്. അതൊക്കെ കിട്ടിയാൽ അത് ഹുസ്നന്റെ പ്രോബ്ലം അല്ല ഹുസ്ന. ഹുസ്ന, ഈ ഒരു ജനറേഷനിലുള്ള എല്ലാ മദേഴ്സിന്റെയും ചിന്താഗതി ഇതാണ്. അല്ലെങ്കിൽ തൊട്ടു മുന്നേ വരെയുള്ള ഈ സമയം ഒരു 30s 40s വരെയുള്ള പാരന്റ്സിന്റെ ചിന്താഗതിയാണ് എന്ത്? ബേസിക് നീഡ്സ് ആണ് ഒരു മനുഷ്യന് ആദ്യം വേണ്ടത്. ബിക്കോസ് ദേ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്. യു ഗോട്ട് ഇറ്റ്? അവർക്ക് ആ ബേസിക് നീഡ്സ് കിട്ടിയിരുന്നില്ല. എനിക്ക് കിട്ടാത്തത് എന്റെ കുട്ടിക്ക് കൊടുക്കണം, എനിക്ക് ലഭിക്കാത്ത സുഖ സൗകര്യങ്ങൾ എന്റെ കുട്ടിക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, അതാണ് എന്റെ സക്സസ് എന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. വൈ ഈസ് ദാറ്റ്? അത് അവരുടെ കുറ്റമല്ല. കാരണം അത് അവരുടെ ഒരു കൈൻഡ് ഓഫ് കോപ്പിംഗ് മെക്കാനിസം ആണ്. എങ്ങനെ? എനിക്ക് കിട്ടാത്ത അല്ലെങ്കിൽ എനിക്ക് അനുഭവിച്ച ട്രോമ എന്റെ മക്കൾക്ക് അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കെയറിങ് ആണ്, റൈറ്റ്? സോ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ജനറേഷൻ വരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സ്ട്രെസ്, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നല്ല ഡ്രസ്സ് അവർക്ക് ധരിക്കാൻ പറ്റിയില്ല. 1 or 2 ഡ്രസ്സ് ആയിരുന്നു അവർക്ക് ആകെ ഉണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1 or 2 ഡ്രസ്സേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. Am I audible? Yes, yes.
സോ ഓക്കെ. അവർക്ക് ആകെ കിട്ടിക്കൊണ്ടിരുന്ന ഫുഡ് ഒരു ബിരിയാണി വർഷത്തിൽ 1-2 തവണയായിരുന്നു ഒരു ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരൊന്ന് യെസ് പറയോ, തംസപ്പ് തരോ? ആകെ അന്നത്തെ കാലത്ത് ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ പെരുന്നാളാവണം, അല്ലെങ്കിൽ കുടുംബക്കാരെ കല്യാണം വരണം. നല്ലൊരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ പെരുന്നാൾ വരണം. ഇഷ്ടമുള്ളൊരു ബുക്ക് വാങ്ങണമെങ്കിൽ കുറെ വീട്ടുകാരെ കാല് പിടിക്കണം. ഒരു 10 രൂപ പോക്കറ്റ് മണി കിട്ടണമെങ്കിൽ പെരുന്നാൾ പൈസ കിട്ടണം. പലരുടെയും ഇനിയും ഡെപ്തിലേക്ക് പോയാൽ പലരുടെയും കണ്ണ് നിറയുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ഈ പറയുന്നുണ്ടാവുക. റൈറ്റ്? സോ അത് നമുക്ക് ഈ മദേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല, പാരന്റ്സിന് കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഇതൊന്നും അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് യുവർ പാരന്റ്സ് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് നമുക്ക് തന്നത് എന്ന് വിചാരിച്ചാൽ മതി. യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് പല നീഡ്സും അല്ലെങ്കിൽ പല ആവശ്യങ്ങളും വലിയ വലിയ ആവശ്യങ്ങളായി മാറുന്നത്. ഇനിയുള്ള കുട്ടികൾക്കുള്ള ആവശ്യം ആപ്പിൾ ഫോണ് വേണം, കാറ് വേണം, എയറോപ്ലെയിന് വേണം, അങ്ങനെ പോകും. നമ്മൾ അങ്ങനെ വളർത്തുന്നത് നിനക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു എനിത്തിങ്, ലൈക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ഇല്ലാന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നീ ആഗ്രഹിച്ച് നിന്റെ മൈൻഡ് അതിൽ നീ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആൻഡ് യു വിൽ ബി എന്നാണ്. ഇനിയുള്ള കുട്ടികൾക്ക് ലൈഫിൽ ഒരു ലിമിറ്റ് ഇല്ല. ബിക്കോസ് നമ്മൾ ഒരു ഏജിൽ ഒരു ടീനേജ് ടൈമിന് ശേഷം കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ഈ സാധനങ്ങളൊക്കെ കുട്ടികൾ ജനിച്ച മുതലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളൊക്കെ ഫോണിൽ കളിക്കുന്നില്ലേ, ലാപ്ടോപ്പിൽ കളിക്കുന്നില്ലേ? വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ദേ വിൽ ബി ഗുഡ് അറ്റ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതില്. വീട്ടിൽ ഫോൺ ഉണ്ടെങ്കിൽ ദേ വിൽ ബി ഗുഡ് അറ്റ് ഡൂയിങ് ദീസ് സോഫ്റ്റ്വെയർസ് വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ചെറിയ പ്രായത്തിൽ മില്യനേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. സോ ദർ ഇസ് നോ ലിമിറ്റ് ഇന്നത്തെ ജനറേഷന്. സോ ദേ നീഡ് എ ന്യൂ ജനറേഷൻ പാരന്റ്സ് ഓൾസോ. ഇനി അവർക്ക് വേണ്ടത് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യിപ്പിക്കുന്ന, ഹാപ്പി ആക്കി കൊടുക്കുന്ന പാരന്റ്സിനെ അല്ല. എപ്പോഴാണോ നോ പറയേണ്ടത് ആ സമയത്ത് നോ പറയാനും, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനുള്ള യെസ് പറയാനും പറ്റുന്ന ഒരു പാരന്റ്സിനെയാണ് അവർക്ക് ഇനി ആവശ്യം. ശരി തെറ്റ് തിരിച്ചറിയുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ, കാരണം നമ്മൾ പാരന്റ്സ് ഒന്നും ഒരുപാട് കാലം അവരെ ഗൈഡ് ചെയ്ത് കേണ്ട. കാരണം നിങ്ങളൊരു ഫോൺ കൊടുത്ത് നിങ്ങൾ അടുക്കളയിൽ പോയാൽ അവരെവിടെ എത്തുന്നത് നമുക്കറിയില്ല. ട്രൂ? സോ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്ന ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ജനറേഷൻ പാരന്റിങ് മെത്തേഡ്സ് അല്ല ഇന്ന് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്ട്രെസ്, പ്യുവർ റിയാലിറ്റി. നമ്മൾ അനുഭവിച്ചതിനേക്കാളും അധികം എമൗണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലി സെയിങ്, അതിനേക്കാളും ഹ്യൂജ് എമൗണ്ട് സ്ട്രെസ് ഒരു 5ാം ക്ലാസ്സുകാരൻ അനുഭവിക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഐ വെന്റ് ടു സ്കൂൾ, അവിടുന്ന് എനിക്ക് എടുക്കാൻ തന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് സ്ട്രെസ് ഹാൻഡ്ലിംഗ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ്. സ്ട്രെസ് ഹാൻഡ്ലിംഗ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അത്? സ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് ആണ്, 10th +2 ഒന്നുമല്ല. നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്?
ഈവൻ ആ ടോപ്പിക്ക് കുറച്ചുകൂടെ ഒരു മോഡിഫിക്കേഷൻ നടത്തിയതാണ്. അത് സ്ട്രെസ് എന്നുള്ള വേർഡ് പോലും അല്ല അവർ യൂസ് ചെയ്ത്, ഡിപ്രഷൻ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കുട്ടികൾക്ക് അറിയാം വാട്ട് ഈസ് ഡിപ്രഷൻ, വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത്, ഇതിനെ പറ്റിയൊക്കെ വേറെ ജനറേഷനാണ് ഇന്നുള്ളത്. നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളോട് വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത്. ജസ്റ്റ് ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കാം, നിനക്ക് മെന്റൽ ഹെൽത്തിനെ പറ്റി അറിയോ, സ്ട്രെസ്സിനെ പറ്റി അറിയോ, വാട്ട് ഈസ് ഡിപ്രഷൻ? അവർക്ക് ഇതിനൊക്കെ ഡെഫിനിഷൻ കാണാപ്പാടെ അറിയാം. യു നോ ദാറ്റ്. അതെന്തുകൊണ്ടായിരിക്കും? അൺലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ് ഇവിടെ ഉള്ളത്. നമ്മളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ there is infinity number of decisions, options ഉണ്ട്, infinity number of options ഉണ്ട്. നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു +2 കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ അറിയാം അവൻ എത്ര സ്ട്രെസ് ഉണ്ട്. കാരണം ഇൻഫിനിറ്റി നമ്പർ ഓഫ് ഓപ്ഷൻസ് മുന്നിലുണ്ട്. ഒരു 20 വർഷം മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കറിയാം ഞാൻ പഠിച്ചത് ഇതാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഞാൻ പഠിക്കും, എന്നിട്ട് അതിലേക്ക് പോകും. എന്നിട്ട് അതിൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. സോ അന്ന് അവരെന്താക്കാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. അവർക്ക് വേറൊരു ഫീൽഡിലേക്ക് ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള അഡ്മിഷൻ കൊടുത്തിട്ടേ ഒരു 20-25 ഏജ് ഉള്ള ഒരാൾക്ക് അഡ്മിഷൻ കൊടുക്കുള്ളൂ ഡിഗ്രിക്കൊക്കെ. സോ നിങ്ങളിപ്പം ഒരു കുട്ടീനെ ഒരു കോഴ്സിലേക്ക് പറഞ്ഞയക്കുന്നത് ആ കോഴ്സ് പഠിക്കാൻ മാത്രമല്ല, ലൈഫ് ലോങ് അവൻ അതിലായിരിക്കും ഉണ്ടാവുക, ആ ഒരു ഫീൽഡിലാണ് ഉണ്ടാവുക എന്നുള്ള ബോധത്തിലാണ്. ആൻഡ് സ്റ്റിൽ നമ്മളൊരു ബെറ്റർ ഡിസിഷൻസ് ഉണ്ടാക്കുകയില്ല. സ്റ്റിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്നും എടുക്കാതെ ആയിരിക്കും നമ്മൾ എടുത്തു ചാടി ആ ഒരു കോഴ്സിലേക്ക് പോവുക. ഇഫ് ഇറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, ഫീസിന് എനിക്ക് അടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പാരന്റ്സ് ചിന്തിക്കുക. അല്ലാതെ കുട്ടികൾക്ക് അത് വേണോ, അല്ലെങ്കിൽ കുട്ടി അതാണോ ആഗ്രഹിക്കുന്നത്, അവന്റെ പാഷൻ ഏതിലാണ്, അവന്റെ സ്കിൽ ഏതിലാണ്, അവന്റെ താല്പര്യം ഏതിലാണ്, ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്. എനിക്ക് ആ ഫീസ് അടയ്ക്കാൻ പറ്റുമോ, എൻ്റെ മോന്റെ ഫീസ് എനിക്ക് അടയ്ക്കാൻ പറ്റുമോ, എന്നാ ഞാൻ അതിന് വിടും. അതിപ്പോ ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും അതെ. സോ ഏറ്റവും കൂടുതൽ അബ്രോഡ് പഠിക്കാൻ പോകുന്ന MBBS സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആവണം എന്നില്ല. പലരും പോണത് വീട്ടുകാരുടെ നിർബന്ധത്തിനായിരിക്കും. കാരണം അവർ ഇവിടെ പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റിയില്ല. നീറ്റില് 15-20 ലക്ഷം വരുന്ന കുട്ടികൾ സ്റ്റുഡൻസ് എഴുതിയ റാങ്ക് ലിസ്റ്റിലുള്ള ടൈമില് അവർക്ക് ഇവിടെ ഒരു സീറ്റ് ലഭിച്ചില്ല. ഇത്രയും ലിമിറ്റഡ് ആയ സീറ്റ് നമ്പർ ഓഫ് കുട്ടികളാണ് എക്സാം എഴുതുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ഇതിലേക്ക് തന്നെ തള്ളിവിട്ട് 1 വർഷം 2 വർഷം 3 വർഷം റീ റിപ്പീറ്റ് അടുപ്പിച്ചിട്ട് അവർക്ക് എന്നിട്ടും ഇത് തന്നെ വേണം എന്ന് ലൈഫിൽ, ഇതില്ലെങ്കിൽ യു ആർ ലൂസർ. ഇതിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നീ എവിടെയും എത്തില്ല എന്നുള്ളൊരു തോട്ടാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഈ പാരന്റ്സ് അറിയുന്നില്ല, അല്ലെങ്കിൽ ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് പോരാഞ്ഞ് അവരെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ, ഇന്ത്യയിൽ നിനക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നീ അബ്രോഡ് പോ, കസാക്കില് പോ, കിർഗിസില് പോ, ജോർജിയയില് പോ, ജർമ്മനിയിൽ പോ. സോ ഇതൊക്കെ സ്ട്രെസ്സാണ്. ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഇതൊക്കെ സ്ട്രെസ്സാണ്. സോ ഒരു 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്കും +2-ലുള്ള കുട്ടിക്കും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്കും 30s-ലും 20s-ലുള്ള ആളുകൾക്കും അതെ, സ്ട്രെസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെയധികം ഇന്ന് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിലേക്ക് വരുന്നത്. എങ്ങനെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? വെർ ഇസ് മൈൻഡ്? കുറെ സീരിയസ് ആയിട്ട് സംസാരിച്ചില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർ ഇസ് മൈൻഡ്? മൈൻഡ് എവിടെയാണ് സിറ്റുവേറ്റഡ് ചെയ്ത്?
ലൊക്കേഷൻ എവിടാണ്? ഹുസ്ന, ഷിബിന, നോ ഐഡിയ. അതാരാ? ഫൗസി ആദ്യേ പറഞ്ഞു നോ ഐഡിയ. എന്നാലും ഗസ് ചെയ്യൂ. നോ എന്നുള്ള ഒരു ആൻസർ എവിടെയില്ല. ചിലര് പറയും ബ്രെയിനിലാണെന്ന്, ചിലര് പറയും ഹാർട്ടിലാണെന്ന് കൈവച്ച് പറയും. അതുകൊണ്ട് ഇത് മൈൻഡ് എന്ന് രണ്ടിന്റെ പറയുമ്പോ നമ്മൾ ഇങ്ങനെ തൊടും, ആ ചിലര് പറയും മനസ്സെന്ന് പറയുമ്പോ ഇവിടെ തൊടും, ആ ഓരോരുത്തരും ടെൻഷൻ രണ്ടിന്റെ വരുമ്പോ ഇവിടെ നടുവിലാണ്. റൈറ്റ്. വൈ ഇസ് ദാറ്റ്? ഏതാ നമ്മളെ ചിന്തകളാണോ മനസ്സെന്ന് പറയുന്നത്? ചിന്തകളാണോ? അതെ. യൂണിവേഴ്സൽ അത് പവർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകള് രൂപപ്പെടുന്ന ഇടം മനസ്സ്. ചെറിയൊരു കോൺസെപ്റ്റ് പറയാം. സ്യൂഡോ സയൻസ് ആണോ എന്ന് അറിയില്ല, എന്തായാലും പറയാം. ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇപ്പം ഒരു ഒരു ചെറിയൊരു വെല്ല് മനസ്സിൽ വിചാരിക്കാം. നിങ്ങള് ശരിക്കും എന്താ അവിടെ സംസാരിക്കുന്നത്? എന്താണ്? ഓക്കെ, ഒരു വെല്ല് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ടീ, കപ്പ് ഓഫ് വാട്ടർ. റൈറ്റ്. ഈ കപ്പില് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈൻഡ്? വരാം ട്ടോ. സോ ഈ കപ്പ് വെള്ളത്തില് ഒരു ചോദിച്ചതാണ് സ്പൂണ് നിങ്ങളിവിടെ വെള്ളം എന്താ ഒന്ന് സംസാരിക്കണേ? കോരി എന്ന് വിചാരിക്കാം. റൈറ്റ്. ഒരു ഹോളായിട്ടുള്ള ഒരു യൂണിവേഴ്സിൽ നിന്നും ഒരു പിടി, ഒരു തരി ഞാൻ അതിൽ നിന്ന് എടുക്കാന്ന് വിചാരിക്കാം. ഈ കപ്പിൽ നിന്ന് ഒരു സ്പൂൺ ഞാൻ എടുക്കാന്ന് വിചാരിക്കാം. ഈ സ്പൂണാണ് മൈൻഡ്. ഈ സ്പൂൺ എന്താണോ ആ മാറ്റർ, അതാണ് മൈൻഡ്. സോ ഇലോൺ മസ്കിന്റെ മൈൻഡും നമ്മളെ മൈൻഡും ഒക്കെ വരുന്നത് സെയിം കപ്പ് ഓഫ് ടീയിൽ നിന്നാണ്. റൈറ്റ്. There is a universal power. അതിൽ നമ്മൾ ഒതുക്കണ്ട, അതിലും ഒതുങ്ങാത്ത കാര്യമാണ് മൈൻഡ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ മെയ്ഡ് ഫ്രം സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നു. സോ ഒന്ന് റിലീഫായോ? ഇതുവരെ വന്നൊരു ട്രാക്കിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതാണ്, വഴിതിരിച്ചു വിട്ടതാണ്, ഒരാവശ്യമില്ല, ഡിസ്ട്രാക്ട് ചെയ്തതാണ്. സോ തിരിച്ചു പോവാം. എങ്ങനെയാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുക? നെക്സ്റ്റ് ടോപ്പിക്, എങ്ങനെയാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുക? ആരെങ്കിലും പറഞ്ഞുതരുമോ? ഇവിടൊക്കെ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളില്ലേ ഇവിടെ? ഇതുവരെ സ്ട്രെസ് അനുഭവിക്കാത്തവരുണ്ടോ? ഇതുവരെ ഞാൻ സ്ട്രെസ് എന്ന കാര്യമേ എനിക്ക് അറിയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നവരുണ്ടോ? അങ്ങനെ ഉണ്ടാവും. അവര് സ്ട്രെസ് എന്താന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സ്ട്രെസ് ഉള്ളത് കൊണ്ടായിരിക്കും മിക്കവാറും എല്ലാവരും പണ്ട് നമ്മളത് ടെൻഷനായിരുന്നു. പണ്ട് ഉം. നമ്മൾ ടെൻഷൻ എന്നാ പറയുന്നില്ലേ? അതിന് എനിക്ക് സ്ട്രെസ് ഭയങ്കര ആയിട്ട് ടെൻഷനാണ് എന്ന് പറയും. അതിന് മുന്നേ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ടെൻഷൻ എന്നുള്ള വേർഡ് വരുന്നതിന് പകരം മുന്നേ എന്തായിരുന്നു? സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഒരാളുടെ മേലെ വരുന്ന പ്രഷർ. ഓക്കെ, ഒരു പ്രഷർ. ഓക്കെ, ഈ ഇംഗ്ലീഷ് വേർഡൊക്കെ വരുന്നതിന് മുന്നേ എന്തായിരുന്നു നമ്മൾ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്? മാനസികം. എന്റെ അമ്മേ, മാനസിക സമ്മർദ്ദം, പേടി. യെസ്. പിന്നെ ഉമ്മമാരോടും വല്യമ്മമാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഓടി വരട്ടോ. എടങ്ങേറാവാന്ന് പറയും ഞങ്ങളുടെ ഇവിടെ. ബേജാറാവുക. ബേജാറായിട്ട് വയ്യ, പിരാന്ത് പിടിക്കണ്ട് എനിക്ക്, ബേജാറാവുണ്ട്. കോഴിക്കാട്ടുകാരൊക്കെ അങ്ങനെ പറയും. ബാക്കിയുള്ളത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, പറഞ്ഞു നിങ്ങള്. ഞാൻ നിങ്ങളെ ഭാഷയിലാണ് സംസാരിക്കുന്നേ, നമ്മളെ ഭാഷയിലാണ് സംസാരിക്കുന്നേ. എന്താണ്? വല്ലായിക, എടങ്ങേറ്. കീബോർഡ് ഉള്ളവരൊക്കെ അടിച്ച് വിടുന്നുണ്ട് കേട്ടോ. വിഷമം ഉണ്ട് എന്ന് പറയും.
എന്ത് ചെയ്യണം എന്നറിയില്ല. എന്താണ് ഈ അതെന്താ പുതിയ വേർഡ് ഉണ്ടല്ലോ, ഈറ. ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് തരോ? ഈറടിക്കുക. ഏ ഈറടിക്കുക. ഞാൻ വായിച്ചതാണ്. ഈറടിക്കാന്ന് പറയോ? എനിക്കറിയില്ല, ആ ഞാൻ വായിച്ചതാ. അതേത് സ്ഥലം? ദേഷ്യം എവിടെ വരുന്നതിന് വേർഡ്? പറയില്ലായിരുന്നു. ദേഷ്യം വരുന്നതിന് പറയില്ലേ മറ്റൊരു വീട് ഈറടിക്കുക എന്നൊക്കെ. നമ്മൾ പറയൂലേ ഈറടിച്ചിണ്ട്, ഈറടിക്കുന്നുണ്ട്. മലപ്പുറം ഭാഷയിലാണ് ഈറടിച്ചിണ്ട്. തലക്ക് പിരാന്തായിട്ട് സ്വൈര്യക്കേട് ഉണ്ട്. ആ ഓക്കെ, സ്വൈര്യക്കേട് അറിയാം. ഓക്കെ, സ്വൈര്യക്കേട് ഉണ്ട്. പിന്നെ പോരട്ടെ, നിങ്ങളൊക്കെ അതൊക്കെ ഓർത്തെടുക്കൂ. ഇതൊക്കെ ആയിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ലോകമാകെ മാറി, ഗൂഗിളൊക്കെ വന്നു, ഇംഗ്ലീഷൊക്കെ പഠിച്ചു, കുറെ വേർഡ്സ് ഒക്കെ വന്നു, എല്ലാത്തിനും പേരായി, എല്ലാത്തിനും വേർഡ്സ് ആയി. സ്വൈര്യമില്ല, അതാണോ ലാസ്റ്റ് പറഞ്ഞത്? ഓക്കെ, സോ ഈ എന്താണ് സ്വൈര്യമില്ലായ്മയെന്നൊക്കെ നമ്മൾ എങ്ങനെ പുറത്തു വരും? അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ എങ്ങനെയായിരിക്കും അതിനെ കോപ്പ് ചെയ്തിട്ടുണ്ടാവാം? ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും കോപ്പ് ചെയ്തിട്ടുണ്ടാവാം? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് അറിയോ? പറയുന്നവരൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പറയേ. നിസ്കാരങ്ങള്, എൻഗേജ്ഡ് ആവും, ദിക്റുകള്, എൻഗേജ്ഡ് ആവും, ബിസി ആവും, പ്രാർത്ഥിക്കും, സോഷ്യലൈസ് ആവും, കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യും. ഇതാണ് നമ്മൾ ഒന്നും കൂടി പഠിച്ചോന്റെ അടുത്ത് ദ്വാ, ദിക്റ്, ദായ്മ അതിലേക്ക് പോവാ. ദുആ ചെയ്യും. വെരി ഗുഡ്. കോച്ചിന് എന്തെങ്കിലും പറയാനുണ്ടോ? പണ്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് കോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? പണ്ടുള്ള ആള് കമ്മ്യൂണിക്കേറ്റ് കോപ്പ് ചെയ്തോണ്ടിരുന്നതി പറയുമ്പം അവര് കഴിയുന്നിടത്തോളം ടൈം വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഇൻവോൾവ് ആയിക്കൊണ്ട് ഓക്കെ, ഇൻവോൾവ് ആവും. ഇപ്പം കുറച്ചുകൂടി സോഷ്യലൈസേഷൻ ആയിരിക്കാം, മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടൊക്കെ സംസാരിച്ച് വിഷമങ്ങൾ പോയി പറഞ്ഞിട്ട് കുറെ ഇറക്കി അന്ന് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? യെസ്, താങ്ക് യു. അന്ന് ബന്ധങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. റിലേഷൻഷിപ്സ്, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. ത്രൂ ടോക്കിംഗ് നമ്മൾ സംസാരിക്കായിരുന്നു. ഇന്ന് നമുക്ക് സംസാരിക്കാൻ മടിയാണ്, കോൾ എടുക്കാൻ മടിയാണ്, നേരെ ടൈപ്പിംഗ്. അന്നൊക്കെ ആളുകള് അത്രയും തിരക്കായിരുന്നു, എന്നിട്ടും സംസാരിക്കുകയായിരുന്നു അല്ലെ? പണ്ടുള്ള കാലത്ത് ഉമ്മമ്മമാരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടെൻഷനുകളൊക്കെ മാറിക്കിട്ടും. ഒരുവിധം ടെൻഷനുകളൊക്കെ വരുമ്പോ എന്താ ഉമ്മമ്മ എന്നുള്ളൊരു ചോദ്യം മക്കളിൽ നിന്ന് വരും. അപ്പൊ ആ മക്കൾക്ക് ആ വിശദീകരണം കൊടുക്കുമ്പോ ആ ടെൻഷൻ മാറും. അതാണ് ഏറ്റവും നല്ല മാർഗം. ഇപ്പം കൂടുതൽ ഈ ഫോണും കാര്യങ്ങളുമായിട്ട് മക്കൾക്ക് ടെൻഷൻ കൂടുക. ഇതാരാ സംസാരിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരോ? അതെനിക്കൊന്ന് ആഷിർ എന്ന് പറഞ്ഞ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, അവരെ ഉമ്മയാ തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ എന്റെ അടുത്ത് വന്നിരുന്നതായിരുന്നു. പറഞ്ഞത് കറക്റ്റാ. പറഞ്ഞോളൂ. ഉമ്മമാരായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ശരിയാണ്. വളരെ നമ്മള് ഇതിലൊക്കെ ഉമ്മാന്റെ കഥ എന്നൊക്കെയുള്ള കുറെ പുസ്തകമൊക്കെ വന്നത് ആ ഒരു കുറെ കഥകൾ പറയാണ്ടായിരുന്നു. തലമുറകൾ കൈമാറിക്കൊണ്ടിരുന്ന കുറെ കഥകള്, പടായികള്, പേടിപ്പിക്കുന്ന കുറെ എന്താണ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. കുട്ടികളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. കോക്കാച്ചി ഉണ്ട്, പിന്നെ ചാത്തൻ, കുട്ടിച്ചാത്തൻ ഉണ്ട്. പോരട്ടെ, എല്ലാരും ചെറിയ പ്രായത്തിലേക്ക് അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര പേടിയായിരുന്നു.
നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ബട്ട് എന്താ പറയാ, അവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഇതിലൂടെയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ആയി. ഇതുവരെ ആ ഒരു വേർഡ് പോലും കേട്ടിട്ടുണ്ടാവില്ല, സ്റ്റിൽ നമുക്ക് അതിനോട് പേടിയായി മാറി അല്ലേ. സോ നമ്മുടെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ, ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു. കണ്ണ് തെറ്റിയ ഈ സ്ത്രീകൾ എന്താക്കും, തൊട്ടടുത്തുള്ള ഇവരെ വീട്ടിൽ പോയിട്ട് TV കാണുന്നുണ്ടാവും, സിനിമ വന്നോ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റേഡിയോ ആകാശവാണിയിൽ എന്ത് വന്നു എന്ന് നോക്കാൻ പോയിട്ടുണ്ടാവും. കാരണം എന്ത് ലൈഫിൽ എന്ത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊന്നല്ല വിഷയം. ഇന്ന് രാവിലെ മറ്റേ എന്താണ് ആ ചാനലിന്റെ പേരെന്തായിരുന്നു, ദൂരദർശന അന്നത്തെ ചാനലിന്റെ പേരെന്താ? ദൂരദർശന ദൂരദർശൻ ഉണ്ട്. പിന്നെ ആകെ നാട്ടിൽ 2-3 TV ഉണ്ടാവുള്ളൂ. ആ TV-യിൽ വരുന്ന എല്ലാ കഥയും എല്ലാ വീട്ടിലുള്ള എല്ലാ പ്രായക്കാർക്കും അറിയാം. ആൻഡ് ദേ വിൽ ബി സോ ഫോണ്ട് ഓഫ് ദാറ്റ്. അതിൽ വരുന്ന മ്യൂസിക് ആയിക്കോട്ടെ, സ്റ്റോറീസ് ആയിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ ഭയങ്കര ഫാൻസ് ആവും. ഇവര് അവരെ പോലെ ഫാഷനിൽ നടക്കാൻ ആഗ്രഹിക്കും. ആ പാട്ടൊക്കെ എല്ലാ അടുക്കള ഭാഗത്തും ഉള്ള ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പാട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കേൾക്കും, ആരെങ്കിലൊക്കെ പാടുന്നുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് വി യൂസ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഇന്ന് വി ആർ കൺസ്യൂമേഴ്സ്. അന്ന് നമുക്ക് ഫൺ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾ വെറുതെ ഡാൻസ് കളിക്കുന്നുണ്ടാവും. ഒരു കല്യാണപ്പോരെ പോയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടാവും, പിയോട്ടി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. ചെക്കൻ വരാൻ നേരത്ത് കുറെ എന്റർടൈൻമെന്റ് പരിപാടികളായിരിക്കും. ഇന്ന് എന്റർടൈൻമെന്റിന് നമ്മൾ പൈസ വാങ്ങി ഡാൻസേഴ്സിന് വിളിക്കും, റൈറ്റ്? സോ അന്നത്തെ കാലത്ത് വി were the entertainers. We had these passions. ഈവൻ അത് നമ്മള് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല, ലിറിക്സ് ഒന്നും ശരിയാവണമെന്നില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് പാടും, റൈറ്റ്? പാടുന്ന കുറെ പേരുണ്ടായിരുന്നു, ഉമ്മമാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പാട്ട് പോയി, കഥ പറച്ചിൽ നിന്നു, സ്വറ പറച്ചിൽ നിന്നു, അയൽക്കാര് തമ്മില് വലിയ വലിയ മതിലുകളായി. കാരണം ഇവിടെ ഉള്ള ആളുകള് എന്ത് ചെയ്യണെന്നുള്ളത് അവിടെയുള്ള ആളുകൾ കാണാൻ പാടില്ല. ഭയങ്കര കുറച്ചില്ല. എന്റെ മോള് ഇവിടുന്ന് അപ്പിട്ടാല് അവിടുന്ന് ആരെങ്കിലും കണ്ടാല് പഠിച്ചോനെ കഴിഞ്ഞ്. ഇപ്പൊ അടുത്തല്ല, ഒരു വർഷം മുന്നേ ഞാൻ വയനാട്ടിൽ പോയ സമയത്ത്, ഒരു ഉൾപ്രദേശാണ്, അവിടെ പോയ സമയത്ത് ഞാൻ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയതാണ്. ഈ വീട്ടിലെ വല്യമ്മ ആ വീട്ടിലെ കുട്ടീനുണ്ട് വടിയെടുത്തടിക്കുന്നു. നമ്മള് പേടിച്ച്, എന്ത് ഇനി ആ കുട്ടീന്റെ ഉമ്മയും ഇപ്പൊ ഓടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ഈ വല്യമ്മ അത്യാവശ്യം ഏജുള്ള ആളാണ്, വല്യമ്മനൊന്നും പറയില്ലല്ലോ. സോ വി വർ സോ വെറീഡ്. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. കാരണം അവരങ്ങനെയാണ് നിന്നുകൊണ്ടിരുന്നത്. അവിടെയുള്ള കുട്ടീനെ ഇവിടെയുള്ള ഉമ്മ തല്ലിയാലും, ഇവിടെയുള്ള കുട്ടീനെ അവിടെയുള്ള ഉമ്മ തല്ലിയാലും ഒന്നും പ്രശ്നമില്ല. ഇവിടെയുള്ള കുട്ടി അവിടെ പോയി ഫുഡ് കഴിച്ചാലും, അവിടെയുള്ള കുട്ടി ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാലും പ്രശ്നമില്ല. അങ്ങനെയായിരുന്നു ബന്ധങ്ങള്. സംസാരിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. എന്റർടൈൻ ചെയ്യാന് നമ്മൾ തന്നെ പാടും, നമ്മളെ മക്കൾ തന്നെ ഡാൻസ് കളിക്കും. കറണ്ട് പോയാലൊക്കെ ഇല്ലേ, പണ്ടത്തെ കാലത്ത് കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നു അല്ലെ, കറണ്ട് പോയ കുട്ടികളെല്ലാരും കളിക്കുന്ന കളി നമ്മൾ കാണില്ലേ? TV ഓഫ് ആയിട്ടുണ്ടാവുള്ളൂ, അപ്പത്തേക്ക് അവരൊക്കെ കലാകാരന്മാരായിണ്ടാവും. പക്ഷെ ഇന്ന് കറണ്ട് പോക്കും ഇല്ല, TV ഓഫ് ആവാറില്ല. 24/7 TV, മൊബൈൽ, ലാപ്ടോപ്പ് വിൽ ബി ഓൺ. സോ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ പിടിച്ചു വെച്ച പല കാര്യങ്ങളുമായിരിക്കും, പല ഇമോഷൻസ് ആയിരിക്കും, പല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്താൽ പ്രശ്നം കഴിയും. ഇനി പറയണമെന്ന് പോലുമില്ല, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ തീരും.
ജസ്റ്റ് ഫണ്ണാവാൻ വേണ്ടി ഒരു പാട്ട് പാടിയാലും നമ്മൾ സ്ട്രെസ് തീരും, ഒരു പാട്ട് കേട്ടാലും നമ്മൾ സ്ട്രെസ് തീരും. പക്ഷെ ഇന്നത്തെ കാലത്ത് കേൾക്കുന്ന പാട്ടൊക്കെ സ്ട്രെസ് കൂട്ടുന്ന ഒരു രീതിയിലുള്ള പാട്ടുകളാണ് വരുന്നത്. അത് വേറെ കാര്യം. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ എപ്പോഴും കൺസ്യൂമേഴ്സ് ആവാതിരിക്കുക. എപ്പോഴും ഒരു സ്ക്രീനിന്റെ മുന്നിൽ എവിടെയോ നിൽക്കുന്ന ഒരാളുടെ ഡാൻസ് കാണുന്നതിന് പകരം നമ്മൾ ഡാൻസ് കളിക്കുക, നമ്മൾ പാട്ട് പാടാം. അപ്പൊ കുറെയൊക്കെ നമ്മുടെ സ്ട്രെസ് അങ്ങനെ പോകും. ഇന്നത്തെ കാലത്ത് കോളേജസിൽ വരുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും DJ പാർട്ടി, റൈറ്റ്? അവരുടെ വേ ഓഫ് സ്ട്രെസ് റിലീഫ് അതാണെന്നാ പറയുന്നത്. പക്ഷെ അവിടെ വെക്കുന്ന മ്യൂസിക് ആയിക്കോട്ടെ, ബീറ്റ്സ് ആയിക്കോട്ടെ, സ്മോക്ക്, ലൈറ്റ്, ഇതൊക്കെ സ്ട്രെസ് കൂട്ടുന്ന തരത്തിലുള്ള ആളുകൾക്ക് ഹാം ആവുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിലൊന്നും പോയി തുള്ളേണ്ട ആവശ്യമില്ല. നമുക്ക് ബെഡ്റൂം ഉണ്ട്, വീടുണ്ട്. ആരുടെ മുന്നിലും ഡാൻസ് കളിക്കണമെന്നില്ല, ആരുടെ മുന്നിലും പാട്ട് പാടണമെന്നില്ല. നമുക്ക് തന്നെ പാടാം, നമുക്ക് തന്നെ ഡാൻസ് കളിക്കാം. ആൻഡ് തൊട്ടു മുന്നേ ഹുസ്ന പറഞ്ഞ പോലെ, ഹുസ്ന ആർട്ട് ചെയ്യുന്നില്ലേ? നിങ്ങളോട് ഒരാൾ വന്ന് പറയാണ് ഇനി ലൈഫിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ആർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അൺമ്യൂട്ട്. എനിക്ക് സത്യം പറഞ്ഞാല് എന്നോട് ഞാൻ ഈ ഒരു നൃത്തം നിൽക്കുമ്പോൾ എന്റെ ഫാമിലി ഒക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ്, ഇതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല, നീ വല്ല TTCക്കും പോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഠിക്ക്. ആ ഒരു ഇതാണ് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത്. ഇത് പക്ഷെ എനിക്കറിയാം, എനിക്ക് ആ ഒരു TTCക്ക് പോയി അവിടെ പഠിക്കുന്ന അല്ല എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല്. എനിക്ക് അതിനേക്കാൾ ഹാപ്പിനെസ് കിട്ടുന്ന രീതിയാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ. എനിക്കെന്തോ അവാർഡൊക്കെ കിട്ടിയ ഒരു ഫീൽ എനിക്ക് അവിടെ കിട്ടും. അത് എനിക്കറിയാം. പക്ഷെ എന്റെ ഫാമിലിക്ക് അറിയില്ല. അവരെന്നോട് പറയുന്നത് വെച്ചാൽ നീ TTCക്ക് പോ, അല്ലെങ്കിൽ നീ ആരും ചെയ്യും. ഒരു സമൂഹത്തിനിടയിൽ ഒരു പേരുണ്ട്, അതായത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഇതൊക്കെയാണ് സമൂഹത്തിൽ ഏറ്റവും വില ഉള്ളത്. അല്ലെങ്കിൽ അവരൊക്കെയാണ് ഏറ്റവും എപ്പോഴും എന്താ പറയാ ഒരു പടി മുകളിലിങ്ങനെ നിൽക്കുന്നത്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് പോ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല. ഞാനിത് അങ്ങോട്ട് നിന്നിട്ടില്ല. എനിക്കെപ്പോഴും ഈ ഒരു എന്താ പറയാ ആർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ എനിക്ക് ഒരുപാട്, അതായത് എന്റെ ഉള്ളിലുള്ള കുറെ എന്താ പറയാ ടെൻഷന് കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട്. എനിക്കെന്തോ ഹീലിംഗ് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തിരഞ്ഞെടുത്തതും ഇതായതും. അതിനിപ്പം ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഒരാൾ പറയാണ് ഇനി നീ അതൊന്നും ചെയ്യരുത്, അവിടെ സ്റ്റോപ്പ് ആവണം എന്ന് പറഞ്ഞാല് എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതങ്ങനെയാണ്. അറിയാം. താങ്ക് യു, വെരി ഗുഡ്. സോ നമ്മള് എവിടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രൊഫഷൻ എന്ത് തന്നെയാണെങ്കിലും, എത്ര ഹൈ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും, we should do some sort of art. എന്തെങ്കിലും നമ്മളെ ഹാപ്പി ആക്കുന്ന, നമുക്കൊരു അച്ചീവ്മെന്റ് ഫീലിംഗ് തരുന്ന ഒരു കാര്യം ഡെയിലി ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. സ്ട്രെസ് ഒക്കെ പോയിക്കോളും. ഞാൻ വലിയ സയന്റിഫിക് ആയിട്ടൊന്നും പോകുന്നില്ല. ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നുള്ള കുറെ പ്ലഷർ ഹോർമോൺസ് ഒക്കെ ഉണ്ട്. പ്ലഷർ ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ഡോപ്പമിൻ ആണ്. സോ ഡോപ്പമിൻ എന്നുള്ളത് കുറച്ച് സമയം മ്യൂസിക് കേട്ടാൽ നമുക്ക് ഡോപ്പമിൻ വരും, പെട്ടെന്ന് പ്ലഷർ വരും, ഇൻസ്റ്റന്റ് പ്ലഷർ ആണ്. പക്ഷെ അതിലല്ല കാര്യം. ഇതൊക്കെ കുറച്ച് സമയത്തേക്ക് നിൽക്കുന്നു. ലോങ് ടേം ആയിട്ടുള്ള കാര്യമേ എന്താണെങ്കിലും നമുക്ക് നല്ലത് ചെയ്യുള്ളൂ. ഇറ്റ് ക്യാൻ ബി യോഗ, ഇറ്റ് ക്യാൻ ബി സ്പോർട്സ്. ആഴ്ചയിൽ ഒരിക്കലൊന്ന് ടർഫ് പോയി കളിച്ചാൽ മതി. അതിപ്പോ നിങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാലും യു ഗോ ഫോർ സംതിങ്, സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പോവുക. ആൻഡ് അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക്
ഈ കാര്യങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കുക, ഓക്കെ എന്റെ പാഷൻ എന്താണ്, ഞാൻ ഏറ്റവും ഹാപ്പി ആവുന്ന മൊമെന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു തവണ ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല, കൂടെ ആരെങ്കിലുമൊക്കെ വിളിക്കാം. ഇപ്പൊ റസിനാട്ട് ഹുസ്ന ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവരെ കൂട്ടാം. സോ അത് അവരും കൂടി ചെയ്യുന്ന സമയത്ത് അവർക്കും ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോ ഇത് കൊള്ളാലോ, ഹുസ്ന പൊളിയാണല്ലോ എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരും. റൈറ്റ്. സോ ആ പാരന്റ്സിനാണെങ്കിൽ ആരാണോ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരന്റ്സ് ഇപ്പൊ മാറി. അതായത് ഇപ്പം ഏകദേശം അതില് എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് തോന്നൽ വന്നപ്പം അവര് ഇപ്പൊ ഞാന് കുറച്ച് ദിവസമായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ 3 മാസമായിട്ട് ഞാനിപ്പം ഈ ഒരു മൈൻഡ് പവറിന്റെ ആ ഒരു ഇതിലേക്കാണ്. അതായത് അതിൻ്റെതായിട്ടുള്ള ടൂൾസ് കാര്യങ്ങൾ ചെയ്യാൻ, ടാസ്ക് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ വർക്ക് ഒക്കെ അവിടെ കുറച്ച് പെൻഡിങ് ആണ്. അപ്പൊ ഒത്തിരി ഫാമിലി തന്നെ നീയിപ്പോ വേറെ എന്തിലേക്ക് ചാടി, അത് ചെയ്തപ്പോ എനിക്ക് കുറച്ചൊക്കെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ വിട്ട് ഇപ്പം പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയും എനിക്കൊരു കോച്ചാവണം, അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ അത് പറയുമ്പോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അത് വെറുതെയാണ്. ഇപ്പൊ അതാണ് ഫാമിലി പറയുന്നത്, അതാണ് വെറുതെ. നീ എന്ത് ചെയ്തോ, ആ ഒരു റിസ്ക് ചെയ്തോ. എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നം അവര് കാണുന്നില്ല. റൈറ്റ്. നിങ്ങളുടെ മൈൻഡിൽ ഒരു വിഷ്വലൈസേഷൻ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത ടൈമില് അത് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞ് നീ ഇവിടുന്ന് പുറത്തു പോകരുത്, സാധനം വാങ്ങാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇപ്പൊ എന്നോട് പറയുന്നത്, ഇനി പോയിക്കോ, അത് ചെയ്തിക്കോ, അല്ലെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷോപ്പ് ഇടാം, ഇതിന്റെ സാധനങ്ങൾ മെറ്റീരിയൽസ് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞവര് വന്ന്. വെരി ഗുഡ്. അതാണ് എന്ത്, നമ്മുടെ മൈൻഡിലുള്ള ഒരു വിഷ്വൽ ഉണ്ട്. ആ വിഷ്വല് നമുക്ക് സത്യമാണ്, നമ്മുടെ സത്യമാണത്. പക്ഷെ അത് മറ്റൊരാള് അതിലൊരു വിശ്വാസം വരണമെങ്കിൽ ഇൻ റിയാലിറ്റി അവർക്ക് എന്തെങ്കിലും ഒരു തരി കാണിച്ചു കൊടുക്കണം. ദെൻ ഓൺലി അവര് വിശ്വസിക്കുകയുള്ളൂ നിങ്ങളെ. അവര് നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ റിയൽ ലൈഫില് നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്, എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇനി അതല്ല, അവർ നിങ്ങൾ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഗ്രോത്തിലേക്ക് എത്തണമെന്നില്ല. ആദ്യം മുതലേ അവർ നിങ്ങളെ എന്താക്കി, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, നീ അതിന് പോയിക്കോ, ഇതിന് പോയിക്കോ. അപ്പൊ തന്നെ എന്നെ നല്ലോണം ഹൈപ്പ് ആക്കുന്നുണ്ട്, എന്തോ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. സോ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഹാപ്പി ആവണം. കോച്ച് ആവണമെന്ന് പറയുന്ന സമയത്ത് അതിൽ കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി. അങ്ങനെ ഹാപ്പിയായി ആ ഒരു ഫ്യൂവല് വെച്ച് നിങ്ങളെ ഫയർ ഉണ്ടാക്കണം. റിയൽ ലൈഫില് അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, എക്സ്പീരിയൻസ് അവർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് they will start trusting you. ഇനി നിങ്ങൾ അത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ കുറെ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്തില്ല, അവിടെ ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങളെ മേലുള്ള ട്രസ്റ്റ് അന്ന് പോവും ചെയ്യും. നിങ്ങൾ എന്തായാലും ആ ഒരു തോട്ട്, ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ ഫാമിലിയിലോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ പറഞ്ഞ സമയത്ത് അവര് നിങ്ങളെ വിശ്വസിക്കില്ല. പക്ഷെ ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. റൈറ്റ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നിങ്ങളെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവര് റെസ്പെക്ട് ചെയ്യുള്ളൂ. അതുവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യില്ല. സോ റിയൽ വേൾഡ് എക്സ്പീരിയൻസസ്, റിയൽ വേൾഡ് അച്ചീവ്മെന്റ്സ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്നാലേ നിങ്ങളെ മേൽ അവര് വിശ്വസിക്കുള്ളൂ. ബാക്കി അവര് നിങ്ങളെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. റൈറ്റ്. സോ ഇനി നിങ്ങൾക്ക് ഒരു പാനിക് അറ്റാക്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ സ്ട്രെസ്സിനെ പറ്റി സംസാരിച്ചു, ഇനി ഒരു പാനിക് അറ്റാക്ക് വന്നു, അപ്പൊ ഈ പറഞ്ഞ ആർട്ടൊന്നും നമുക്ക് മൈൻഡിലേക്ക് വരണമെന്നില്ല. ഒരു ഹാക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ ഏത് പൊസിഷനിലാണോ അവിടെ ഇരുന്നിട്ട് ഹം ചെയ്യാം.
ഹമ്മിങ് എന്താണെന്നറിയോ? മൂളക്കം. നമ്മളൊരു മൂളിപ്പാട്ടൊക്കെ പാടൂലെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഹം ചെയ്യോ നിങ്ങൾ കുറച്ച് സമയം? മ്യൂട്ട് ആയിട്ടുള്ളവരും അൺമ്യൂട്ട് ചെയ്തവരും എല്ലാം ഒന്ന് ഹം ചെയ്യാം. കുഴപ്പമില്ല, തൊട്ടടുത്ത് ആരുണ്ടോന്നും പ്രശ്നമില്ല, അവർ കേട്ടാലൊന്നും സാരമില്ല, നമ്മൾ റിയാക്റ്റീവ് വേറെ അല്ലേ. ജസ്റ്റ് ഒന്ന് ഹം ചെയ്യാം. ഇനിയിപ്പം ഒരു പാട്ടിന്റെ മുളക്കം ആവാം, വട്ടവർ, ഹം ചെയ്യാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹം ചെയ്താൽ നിങ്ങളുടെ പാനിക് അറ്റാക്ക് ആയിക്കോട്ടെ, സ്ട്രെസ് ആണെങ്കിലും അതിങ്ങനെ റെഡ്യൂസ് ആയി വരും. ഇതിന്റെ സയന്റിഫിക് എന്താന്ന് പറഞ്ഞാൽ, സൈറ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞാല്, നമ്മുടെ ഇവിടെ ഒരു നെർവ് ഉണ്ട്, വേഗസ് നെർവ് എന്ന് പറയും. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് വീന്ന് ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ നെക്കില് നമ്മളെ സൗണ്ട് ബോക്സിന്റെ അടുത്ത് ജസ്റ്റ് ഒരു നെർവ് ഉണ്ട്. ആ നെർവിന്റെ പേര് വേഗസ് നെർവ്. ആർക്കും അറിയില്ല, അറിയുന്നവര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ആ നെർവ് നമ്മുടെ ഈ ഒരു നെക്കിലാണ് വരുന്നത്. സോ നമ്മൾ ഹം ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹം ചെയ്തിട്ട് ഒന്ന് ഇവിടെ ടച്ച് ചെയ്ത് നോക്കിയേ. ഹം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ അവിടെ വൈബ്രേഷൻസ് വരും. റൈറ്റ്? നമ്മൾ ഹം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേഗസ് നെർവില് എന്ത് വരും? വൈബ്രേഷൻസ് വരും. അങ്ങനെ വൈബ്രേഷൻസ് വരുന്ന സമയത്ത് നമ്മളെ ബ്ലഡില് റിപ്പിൾസ് വരും. ത്രൂ ദാറ്റ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം പാരസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്ക് മാറാൻ നിൽക്കും. വാട്ട് ഇസ് സിമ്പത്തറ്റിക് ആൻഡ് പാരസിമ്പത്തറ്റിക്? +2 സയൻസ് പഠിച്ചവർക്ക് അറിയാം. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് മാറാന്ന് പറയും. ഒരു നായ നമ്മളെ കടിക്കാൻ വന്നാല് നമ്മൾ ഒന്നെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടണം. ആ ഒരു സ്റ്റേജിന് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന, നമ്മളെ ബോഡി, ഫിസിക്കൽ ബോഡിനെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, അല്ലെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് നമ്മളെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യുക, നമ്മളെ ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ കൂടുക, നമ്മളെ സ്വെറ്റ് ചെയ്യുക, വിറയ്ക്കുക. ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മളൊരു പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്. ട്രൂ ആണോ? ഒരു നായനെ കണ്ടാൽ നമുക്ക് വരുന്ന മാറ്റം, നമ്മളെ ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് പാനിക് അറ്റാക്സ് വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്. ട്രൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് ഇടാം. യെസ്. സോ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെ തിരിച്ച് നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നമ്മളെ ബ്രീത്തിങ് നോർമൽ ആവാൻ, നമ്മളെ ഹാർട്ട് ബീറ്റ് നോർമൽ ആവാൻ വേണ്ടിയിട്ട്, നമ്മളെ ഷിവറിങ് ആയാലും നമ്മളെ സ്വെറ്റിംഗ് ആണെങ്കിലും നോർമൽ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പാരാസിമ്പത്തറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നമ്മൾ കാമാവുന്നത്. സോ വേഗസ് നെർവ് റിപ്പിൾസ്, വേഗസ് നെർവ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ലെവലിൽ അല്ലെങ്കിൽ BP വരുന്ന വേരിയേഷൻസ് നമുക്ക് കൺട്രോളിൽ വരുന്ന സമയത്ത് വി വിൽ ബിക്കം ബെറ്റർ, ലൈക്ക് നോർമൽ ലെവലിലേക്ക് നമ്മൾ വരും. സോ ഇനി ആരെങ്കിലും, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് പാനിക് അറ്റാക്സ് വരുന്നുണ്ട്, ഷിവറിങ് വരുന്നുണ്ട്, അവർ ഭയങ്കര ടെൻസ്ഡ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ടെൽ ദം ഡു ദിസ് ഹമ്മിങ്. റൈറ്റ്? സെയിം കാര്യമാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നത്. ബട്ട് ഇതിനെ ജസ്റ്റ് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയാൽ മതി. വെരി ഈസി. ഓക്കെ? എന്റെ ഈ 1 മണിക്കൂർ ഞാൻ തള്ളി മറിച്ചിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ലാസ്റ്റിലേക്ക് ഓക്കെ പറയൂ, എന്താണ്? ഈ പാനിക് അറ്റാക്കും സ്ട്രെസ്സും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും സ്ട്രെസ് ആണോ പാനിക് അറ്റാക്ക് ആണോ എങ്ങനെയാ തിരിയോ? പാനിക് അറ്റാക്ക് എന്നുള്ളതാണ് എന്ത്? ഈ ഒരു മൊമെന്റ് സ്ട്രെസ്സിന്റെ എക്സ്ട്രീം ബേൺ ഔട്ട് വരുന്ന സമയത്ത്
ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ശരിക്കും ഫിസിക്കൽ ഫീൽ ബോഡി ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഫീൽ പറഞ്ഞിട്ട് ചെയ്തവർ പറയൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു എന്താണ് തോട്ട്സ് എല്ലാം കുറയാം, ഒരു തോട്ട്സ് എല്ലാം കുറയും. അല്ല ഒരു നമ്മള് എക്സാമ്പിൾ വെച്ചിട്ട് പറയൂ. മീൻസ് എന്തെങ്കിലും ഇപ്പൊ നമ്മള് സ്ട്രെസ്സിന്റെ എക്സ്ട്രീം എന്ന് വെച്ചാൽ പല രീതിയിലും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾക്ക് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളായും ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കാണുമ്പോൾ ഇപ്പൊ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് നമ്മളെ ലൈഫിൽ പെട്ടെന്നൊരു ഇൻസിഡന്റ് നടക്കണതാവാം. അല്ല ഗ്രാജുവലി നമ്മളിങ്ങനെ പ്രശ്നത്തിൽ കൂടെ പോയിട്ട് ചില മൊമെന്റ്സിൽ നമ്മൾ അതിന്റെ പീക്കിൽ എത്തുന്നതാവാം. ഏതാണ് ഈ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഒരു എക്സാമ്പിളിലൂടെ ഒന്ന് പറഞ്ഞുതരുമോ? സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് സിറ്റുവേഷൻസും ആവാം. ഇപ്പൊ കുറെ കാലം സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ട് പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആവാം. ഇനി അതല്ല നമ്മൾ അറിയുന്നില്ല, അതാണ് നമ്മൾ ഔട്ട് ഓഫ് തിങ്കിങ്ങിൽ വരുന്ന, നമ്മൾ വളണ്ടിയറി ആയിട്ടല്ലാതെ വരുന്ന ഒരു കാര്യമാണ് ഈ പാനിക് അറ്റാക്സ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്തായിരിക്കാം നമ്മുടെ കൈ ഷിവർ ചെയ്യുന്നത്, റൈറ്റ്? ചിലപ്പം ഒരാളായിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്താവാം. ഇനി അതല്ല പെട്ടെന്ന് ഒരു ന്യൂസ് കേട്ടു, അതാവാം, റൈറ്റ്? സോ ഇങ്ങനെയുള്ള ഏതൊരു, ഞാനിപ്പം നേരെ കമ്പയർ ചെയ്തത് ഒരു നായനെ കണ്ടാൽ, ഒരു നായ നമ്മൾ കടിക്കാൻ വന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, സിംപ്ലി പറഞ്ഞാൽ അതാണ്. ആ ഒരു ചേഞ്ചസ് എപ്പം വന്നാലും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഹാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിനായിട്ട് മൂഡ് ചേഞ്ചസ് അല്ല, മൂഡ് ചേഞ്ചസ്, മൂഡ് ചേഞ്ച് കുറച്ച് ഉറക്കെ അങ്ങനെ പറയോ? അല്ല. ഈ മൂഡ് ചേഞ്ചസ് എന്താണ്? വരുന്നല്ലേ സംഭവം, മൂഡ് ചേഞ്ചസ് വരുന്നല്ലേ നമ്മള് സ്ട്രെസ് മൂഡ് എല്ലാം പോലെ തന്നെ മാത്രം ആവണമെന്നില്ല, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും ആ ചേഞ്ചസ്. മൂഡ്സ് ഫീലിങ്സ്. ഓക്കെ, മൂഡ്സ് നമ്മൾ ടെൻഷൻ ആവും, അത് റെഡിയാണ്. പക്ഷേ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ചേഞ്ചസ് വരും. നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ്, അങ്ങനെ ഫീലിങ്സ് മാറുന്നോ? കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയോ? അതെ, ഈ ഒരു ഫീലിങ്സ് സിറ്റുവേഷൻ ചേഞ്ച് എടുത്തിട്ട് ആകുന്നതോ? പറയുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഫീലിങ്സ് ചേഞ്ച് ആവുന്നതോ? നമ്മളിപ്പോ ഓരോ ഫീലിങ്സ് ഇല്ലേ, നമുക്ക് ഓരോ ഇമോഷൻസ്, ഫീലിങ്സ്, അതെല്ലാം അതെ ചേഞ്ച് അതെ, ആവുന്നതോ? ഫീലിങ്സ് ചേഞ്ച് ആവുക എന്നുള്ളത്, മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി വാട്ട് ഇസ് മൂഡ് സ്വിങ്? നമ്മളിപ്പോ എപ്പോ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് എനർജി കുറഞ്ഞു പെട്ടെന്ന് പോവാ, ഡൗൺ ആവാം, നമ്മള് പെട്ടെന്ന് കരച്ചിൽ വരാ, ആ പെട്ടെന്ന് ഡെയിലി ദേഷ്യം വരാ, സ്വിച്ച് ആവാ, വലിയാവാ, ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ്. പെട്ടെന്ന് ടെൻഷൻ ആവുക, നമുക്ക് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ആവുക, നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ തോന്നുക. എനർജി ലെവലിൽ പിന്നെ വരുന്ന വേരിയേഷൻസ് എന്ന് പറയാൻ നമ്മളിപ്പോ പറ്റും. വെയിറ്റ് എല്ലാം എടുക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വെയിറ്റ് എടുക്കാൻ ആകാത്ത വരുക, അങ്ങനെയല്ലോ. അത് രണ്ട് രീതിയിലാവാം. എന്താണ് പേര്? അൻസഫ് പി കെ. അൻസഫ്. അത് രണ്ട് രീതിയിലാവാം. ഒന്ന്, ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്റേണലി വരുന്ന ചില ചേഞ്ചസ് ആവാം, ഹോർമോണലി വരുന്ന ചേഞ്ചസ് ആവാം. രണ്ട് ബേൺ ഔട്ട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായിരിക്കല്ല, ഹോർമോൺ ചേഞ്ചസ്. പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇത് നോർമൽ ആക്കാൻ പറ്റുമെന്നാണോ? അതന്നെ വേഗത്തില് മാറ്റാൻ പറ്റുമോ? അത് വേഗത്തിൽ മാറ്റാം എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുക. തൈറോയിഡിന്റെ എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു ഹോർമോണിൻ്റെതല്ലാന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇപ്പം ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് മൂഡ് സ്വിങ് ആവുന്നു, ചെയ്യാൻ വിചാരിച്ച് അതുവരെ പോയിട്ട് പിന്നെ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്.
പിന്നെ നമുക്ക് ഒരു വ്യക്തിയോട് ഇപ്പൊ സംസാരിക്കണമെങ്കിൽ തന്നെ നമ്മൾ വിചാരിച്ച കാര്യം സംസാരിക്കാൻ പറ്റാത്തൊരു ഇത് വരൂലേ. കോൺഫിഡൻസ് ഇല്ലായിട്ടല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് വാക്കുകൾ കിട്ടാത്തൊരു അവസ്ഥ വരും. അത് പാനിക് അറ്റാക്കും ആവാം. അത് കൈ ഷിവറിങ് ഒക്കെ ഉണ്ടോ? ഷിവറിങ് എന്ന് വെച്ചാല് നമ്മൾ കൂടുതലായി ടെൻഷൻ ആവുമ്പോ വേഗം ടെൻഷൻ സംഭവിക്കാം. ആടാ ഇത് നമ്മള് പക്ഷെ ഇതിപ്പോ ഒരു സാധാരണ ഒരു സൈക്കോളജിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റുമോ ഇത്? നമ്മളിപ്പോ ഒരു സാധാ ഒരു സൈക്കോളജിസ്റ്റിന് ഇത് നമ്മൾ കാണിച്ചാൽ നമുക്ക് ഇതന്നെ സംഭവം നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു ഒറ്റയടിക്ക് നമ്മൾ ആ ഒരു ഇപ്പം പനി വന്നു എന്ന് പറയുന്നതിലല്ല, പനി എപ്പം തുടങ്ങി, എങ്ങനെയുള്ള പനിയാണ്, അപ്പൊ കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ആയിട്ട് സംസാരിക്കേണ്ടി വരും, ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ടി വരും, ഹിസ്റ്ററി ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓരോന്ന് വരുമ്പോ നമുക്ക് ടെൻഷൻ ആവില്ല, കൺട്രോൾ ചെയ്യാനാവില്ല. അതെ, നമ്മളത് ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് വരുന്ന മൂഡ് ചേഞ്ചസ് ആണെങ്കിലും നമുക്കൊരു ടെൻഷൻ ആവും അല്ലെ. ഫിസിക്കൽ ചേഞ്ചസ് ആണെങ്കിലും പെട്ടെന്ന് വരുമ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോളിൽ വെക്കണം എന്ന് എന്തത്ര നിർബന്ധം ഇല്ല. നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. let it happen. Okay, എല്ലാം നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മള് അങ്ങനെയാണ്. നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ചില റെസ്പോൺസിബിലിറ്റി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യമായിരിക്കും, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചേഞ്ച് ആക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒന്ന് 1-on-1 ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അറിയുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടൊന്ന് സംസാരിക്കാം കേട്ടോ. നമുക്കതൊന്ന് ഇല്ല, ഞാനത് ഒന്നെങ്കിൽ 1-on-1 ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറിയുന്ന ഒരു സൈക്കോളജിസ്റ്റിനായിട്ട് സംസാരിക്കാം. ഓക്കെ ആൻസർ ഓക്കെ. സോ ഏകദേശം നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഞാൻ ഹാപ്പിയായി. സോ എന്തെങ്കിലും ഇതില് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കാം. സോ ഇനി വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് എന്നാ സംഭവം അറിയാത്തോണ്ട് അങ്ങനെ ബേജാറിന് ചോദിച്ചതാ. ഇത് എന്നാ സംഭവം അറിയാത്തോണ്ട്. എന്താണ്? അല്ല, ഇത് എനിക്ക് പെട്ടെന്ന് സംഭവിച്ചു, അതുകൊണ്ട് എന്നാന്ന് തിരിയാത്തോണ്ട്. അതെ, മനസ്സിലായി. നമ്മളൊന്ന് ടെൻഷൻ ആവും പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസിൽ അല്ലേ. അതന്നെ. ജസ്റ്റ് ഒന്ന് 1-on-1 ആയിട്ട് അമ്മക്ക് കഴിയാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോ ഇത് പിന്നെ അൻസഫ് ഒരു സെക്കൻഡ്, ഇത് നിങ്ങളോട് നമ്മളിപ്പോ പറഞ്ഞല്ലോ, അത് നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ ഒരാളുടെ പ്രശ്നം മാത്രം ഡിസ്കസ് ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് അത് ഒരു പ്രശ്നമായിട്ട് വരും. നിങ്ങൾ എന്ത് ചെയ്യാറോ 1-on-1 സംസാരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ അൻസഫ്, എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നീ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആയിട്ട് ചോദിച്ചതിൽ ഐ എം സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ഓഫ് യു. ആരും ചോദിക്കാത്ത ഇതിലിപ്പോ ഏകദേശം എത്ര പേരുണ്ട്? ഏകദേശം 15 പേരുണ്ട്. ഈ 15 പേര് ഇതുവരെ അൺമ്യൂട്ട് ആക്കി അവരുടെ ഒരു പേഴ്സണൽ കാര്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. യു ആർ യുണീക്ക്, റൈറ്റ്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ കുറെ കാലമായിട്ട് അല്ലെങ്കിൽ കുറെ സമയമായിട്ട് ഇരുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ചു. വെരി ഗുഡ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സീക്ക് ഹെൽപ്പ്. നമ്മൾ തന്നെ എല്ലാം ശരിയാക്കുമെന്ന് വിചാരിക്കരുത്. നമുക്കെല്ലാം നമ്മുടെ കൺട്രോളിൽ എത്തും എന്ന് വിചാരിക്കരുത്. വി ഹാവ് ടു ആസ്ക്. അതിനെപ്പറ്റി സംസാരിക്കണം. അതിനെ പറ്റിയുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. മറ്റേത് നമ്മൾ എന്താക്കാണ്, അതിനൊരു മൈൻഡ് ആക്കാതെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അല്ലെ. ഒരു ബെഡിൽ കിടക്കുന്ന സമയത്ത് അവിടെ ബെഡിൽ കുറെ തുണി ഉണ്ടെങ്കിൽ അതെടുത്ത് നീക്കി അതിന്റെ സൈഡിൽ കിടക്കുന്നതും അതെടുത്ത് ക്ലീൻ ആക്കി അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ച് ക്ലിയർ ആക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുത്തിട്ട് അവിടെ കിടക്കുന്നതും രണ്ടും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് അല്ലെ. സോ ഇൻ ഓർഡർ ടു ക്ലിയർ യുവർ മൈൻഡ് ചില സമയത്ത് യു ഹാവ് ടു സീക്ക് ഹെൽപ്പ്. ആരോടെങ്കിലും ചോദിക്കണം. വെരി ഗുഡ്.
നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്പ് ഞാൻ തരാൻ റെഡിയാണ്. ജസ്റ്റ് 1-on-1 ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആളുണ്ടോ? അൻസഫ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ റെഡിയാണ്. ഏകദേശം ഓക്കെ 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 ഏകദേശം നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഹുസ്ന നേരത്തെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു, അതിലാണ് നമ്മൾ തുടങ്ങിയത് ഈ ഒരു സെഷൻ. സോ അത് കേട്ടപ്പോൾ തന്നെ ഏകദേശം ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും. ആ തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനും ഒരു പ്രസന്റേഷനും ആയിരുന്നു ഹുസ്ന തന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അതിന്റെ കൂടെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പോലും നമുക്കും ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നു. ജസ്റ്റ് ആ ഒരു സെഷനെ പറ്റി പറയാതെ ആൾക്ക് എങ്ങനെ അത് ഉപകരിച്ചു എന്നുള്ളത് ഒന്നുകൂടെ പേഴ്സണലൈസ് ചെയ്തിട്ട് പറഞ്ഞു. സോ അതുപോലെ തന്നെ എല്ലാവർക്കും ആ ഒരു യൂണിക്നെസ് ഫെസ്റ്റില് പങ്കെടുത്ത ഓരോ വ്യക്തിക്കും ഓരോ കഥകൾ ഷെയർ ചെയ്യാനുണ്ടാവും. റൈറ്റ്? ഏകദേശം എത്ര ആളുകൾ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തവരുണ്ടായിരുന്നു? ലാസ്റ്റ് ടൈം 50, around 50. അറൌണ്ട് 50 സ്റ്റോറീസ് നമുക്ക് കേൾക്കാനുണ്ട്. റൈറ്റ്? 50 ഫീഡ്ബാക്സ് അല്ല, സ്റ്റോറീസ് ആണ്, റിയൽ ലൈഫ് സിനാരിയോസ് ആണ്, റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഒന്ന് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഒരാളുടെ ലൈഫിൽ ചേഞ്ചസ് വരാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ഒരിക്കലും അല്ല. ചിലപ്പം നമ്മളിപ്പോ കാറിൽ പോകുന്ന സമയത്ത് നമ്മൾ ഗിയർ ഒന്ന് റിവേഴ്സിൽ കിടക്കുന്ന ഗിയർ ഒന്നൊന്ന് വണ്ണിലേക്ക് ഇടുന്ന പോലെയാണ് ഓരോ ചേഞ്ചസും. വലിയ ചേഞ്ചസ് ആണ് അത്. ചെറിയൊരു ടച്ച് മതിയാവും. പക്ഷെ അത് ഹാർട്ടിൽ നിന്ന് വരണം എന്ന് മാത്രം. ശരിക്കും അത് ഹൃദയത്തിൽ നിന്ന് വരണം എന്ന് മാത്രം. ജസ്റ്റ് ഒരു ടച്ച് മതിയാവും ആ ഗിയർ ഒന്ന് മാറ്റിയിടാൻ. ശരിയല്ലേ? പക്ഷെ ഇതുവരെ ബാക്കോട്ട് പോയോണ്ടിരുന്ന ആ വണ്ടി ഇനി മുന്നോട്ട് കുതിക്കാൻ നിൽക്കുകയാണ്. അത് 1 അല്ല, 2 അല്ല, 3 അല്ല, 4, 5 എന്നുള്ള ഇത്രയും സ്പീഡ് റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ മാജിക് ആണ് അതിലുള്ളത്. ഇതുവരെ റിവേഴ്സിൽ കിടന്നൊരു വണ്ടിയായിരുന്നു. ആ വണ്ടിക്കേ അറിയില്ല അത് റിവേഴ്സിലാണ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ അയാൾ ആലോചിക്കായിരുന്നു, തിരയായിരുന്നു, എന്താണ് എന്റെ പ്രശ്നം. ബട്ട് ആ മൊമെന്റ് കെയിം, അയാൾ ആ ഒരു തീരുമാനം എടുത്തു. ഐ ഹാവ് ടു ചേഞ്ച്. നേരത്തെ അൻസഫ് ചോദിച്ച പോലെ, അല്ലെങ്കിൽ അൻസഫ് എടുത്തൊരു ഒരു ഡിസിഷൻ ആണ്. ലൈക്ക് അതിനൊരു റെഡിനെസ്സും കൂടെ വേണം, മെന്റൽ റെഡിനെസ്സും കൂടി വേണം. ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ, ഒരു ഹെൽപ്പ് ആസ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ, ഇതിന്റെ പേയ്മെന്റ് ചെയ്യാൻ, അതിന് ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ അല്ല വേണ്ടത്, ഒരു മെന്റൽ റെഡിനെസ് ആണ് വേണ്ടത്. ആൻഡ് if there is a will പറഞ്ഞേ, if there is a will, There is a അറിയില്ല, way. ഈ കോട്ട് അറിയില്ല. There is a way. There is a way. Very good, Paiza. So നമുക്ക് ഇതുവരെ എടുത്തോണ്ടിരുന്ന പല ഡിസിഷൻസും ഉണ്ടാവും. പലതും നന്നായി പോയി, പഠിച്ചവന്റെ കുതിരത്ത്. പല ഡിസിഷൻസും നമ്മളെടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ഡിസിഷൻ ശരിയാണ് എന്ന് ഹുസ്ന ഇവിടെ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് മുന്നിൽ വന്നിട്ടുണ്ട് നിൽക്കാൻ. ഈ ഒരു ഭാഗ്യം, ഈ 15 പേർക്കുള്ള ഒരു ഭാഗ്യം ബാക്കി ആർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്? സോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്രോഗ്രാമിന് നോക്കാം. ഇൻഷാല്ലാ നമുക്ക് നേരിട്ട് കാണാം, നേരിട്ട് സംസാരിക്കാം. നിങ്ങളെ സ്റ്റോറീസ് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഹുസ്നന്റെ സ്റ്റോറി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. നിങ്ങളുടെ റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, റിയൽ ലൈഫ് സ്റ്റോറീസ് കേൾക്കാൻ ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അന്ന് പറ്റുവാണെങ്കിൽ എന്നെയൊക്കെ ഒന്ന് മാനിക്കാം ഗൈസ്, എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്ന് സംസാരിക്കാം. ഇത്ര ചെറിയൊരു കുട്ടിയെ നിങ്ങളൊന്ന് ഏറ്റെടുക്കണം. ഓക്കെ, സോ ഐ എം ഹാൻഡിങ് ഓവർ ടു ദ കോച്ച്. പറയൂ.
താങ്ക് യു സോ മച്ച് സ്നേഹ. നമ്മൾ പുതിയൊരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അല്ലേ. നമ്മള് വേറൊക്കെ നമ്മളുടെ സെഷൻസുമായിട്ട് ബന്ധപ്പെട്ടല്ലാണ്ട് വേറെ കുറെ സൈക്കോളജിക്കൽ ഡെപ്തിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ആള് ഡൗട്ട് ചോദിച്ച സമയത്ത് ലാസ്റ്റ് ക്ലിയർ ആക്കിയിട്ടും ആൾക്ക് പിന്നെയും ആ ഒരു ക്ലാരിറ്റി വരാത്തോണ്ടാണ് അത് 1-to-1 ചെയ്യാന്നുള്ളത് പറഞ്ഞത് കേട്ടോ. അപ്പം ഏതായാലും നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ആർക്കെങ്കിലും നമ്മളുടെ ഇന്നത്തെ സെഷൻസ് ഇപ്പം ഉസ്ന പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, അതേപോലെ നേമം എടുത്തിട്ടുള്ള സെഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഫീഡ്ബാക്സ് അറിയിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഒന്ന് വന്നാൽ ഓരോരുത്തർ ഒന്ന് ഹാപ്പി ആയനെ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഞാൻ തന്നെ പറയാം. ക്ലാസ്സിൽ എടുക്കുന്ന ഇൻട്രസ്റ്റ് പറഞ്ഞതായിരുന്നു. പക്ഷെ വന്ന രണ്ടാൾക്കാർ എടുത്ത് പോയല്ലേ പോലെ ഓരോ കഥ കേൾക്കാൻ വെയിറ്റിംഗ് തരുന്നു. എക്സാമിന്റെ മിസ്സിലുണ്ട് സാറിനോട് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് ഇറങ്ങോട്ടാ. പക്ഷെ ഉസ്നമാമിന്റെ സെഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് കരുതി. പിന്നെ അടുത്ത ആൾ വന്നപ്പോ അവിടെ വീണ്ടും പിടിച്ചിരുത്തി. നല്ല സെഷൻ ആയിരുന്നു, ചടപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ കൂടെ കുറച്ചു നേരം വീഡിയോ ഓഫ് ആയിരുന്നു. ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മയും പറഞ്ഞു ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വന്നിരുന്നാണ് എന്താ ക്ലാസ് അറിയാൻ വേണ്ടിയിട്ട്. ഉമ്മയും അവിടെ ഇരുന്ന് ഉമ്മ പറഞ്ഞു എന്റെ നേരം ഒരു കളഞ്ഞതല്ല അത്രക്കും ഒരാളെ എന്താ പറയാ പിടിച്ചിരുത്താനുള്ള സംസാരം ഇതിൽ ഉണ്ടായിരുന്നു രണ്ടാൾക്കും. ഇൻഷാല്ലാ ഇനി മുന്നോട്ട് പോട്ടെ. ഫെസ്റ്റിന് വരുമ്പോൾ നമുക്ക് കാണാം ഇൻഷാല്ലാ. പിന്നെ ഈ ഹമ്മിങ് ഫസ്റ്റ് ടൈം ഉള്ള നോളജ് ആണ്. അല്ലാതെ ബ്രീത്തിങ് ടെക്നിക്ക് കേട്ടിട്ടുണ്ട്, മറ്റൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഹമ്മിങ് ഫസ്റ്റ് ടൈം ആണ് പഠിക്കുന്നത്. പിന്നെ ഇവര് പറഞ്ഞു വെച്ച പോലെ തന്നെ നമുക്കൊരിക്കലും റിട്ടേൺ മെറ്റീരിയൽ ആയിട്ട് കിട്ടാത്ത എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഹാപ്പിനെസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. റൈറ്റിംഗ് ആവാം, റീഡിങ് ആർട്ട് ആവാം. അത് ഇവിടെ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സ് അല്ലാണ്ട് നിങ്ങൾക്കൊരു ഹാബിറ്റ് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അതിലായിരിക്കും അവർ പക്ഷേ പാഷനോ നിങ്ങളുടെ റിയൽ ഹാപ്പിനെസ് ഒക്കെ എടുക്കുന്നത്. അത് ഏതാണ് ഫൈൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് പോവാം. താങ്ക് യു സോ മച്ച് സ്നേഹ മാം ആൻഡ് ഉസ്ന മാം ആൻഡ് ഓൾസോ ഓൾവേസ്. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? മിസ്സിനെ നമ്മളെ ടീം മെമ്പർ ആണ് കേട്ടോ. നേഹ മാം നിങ്ങൾക്ക് അറിയണ്ടാവും. പിന്നെ വേറെ ആരെങ്കിലും ഫീഡ്ബാക്സോ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ, എന്തെങ്കിലും ഒപ്പീനിയൻസോ, എന്തെങ്കിലും കാര്യം ഇമ്പ്രൂവ് ചെയ്യണമെന്നോ എന്ത് വേണേ പറയാം. ഹലോ, ഞാൻ ജസ്റ്റ് നേഹ മാമിന്റെ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയാം. എന്താ ക്ലാസ് പൊതുവെ ഉണ്ടാവുന്ന വെച്ചാല് ആളവിടെ നിന്ന് ഇങ്ങനെ പറയും, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇതിപ്പോ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണെങ്കിലും ആളിങ്ങനെ പറയും, അപ്പൊ ഇങ്ങനെ കേറും ഇത്. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാല് മാം ചോദ്യം ചോദിക്കും, അതിനുള്ള ഉത്തരം എന്താന്ന് നമ്മളുള്ളത് തന്നെ നമുക്ക് നമ്മളെന്നെ കണ്ടെത്തും. അതിനുശേഷം മാം പറയും. ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് അതിന്റെ ആൻസർ എന്താന്നുള്ളത് നമുക്കറിയാം, അത് നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പൊ അത് അവിടെ ഉണ്ടാവും കറക്റ്റ്. മറ്റേത് ആളെന്നെ ക്വസ്റ്റ്യൻ പറയാം, ആളെന്നെ ആൻസർ പറയാം. ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുള്ളത് നമ്മള് എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത് നമ്മളുള്ളത് തന്നെ മാം ആദ്യം ഏറ്റെടുത്തരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് മാം പറഞ്ഞു തരും. അടിപൊളി. സത്യം പറഞ്ഞാല് എന്താ പറയാ, ഇങ്ങനെ ആ ഒരു വീഡിയോ മോഡിൽ തന്നെ കറക്റ്റ് ഇങ്ങനെ ഫസ്റ്റ് മുതൽ എൻഡ് വരെ ഇങ്ങനെ ഇരിക്കാൻ തോന്നി. ഇതിന്റെ ഇടയിൽ ഇവിടെ ഫാമിലിയിൽ ഇത്താത്തമാരൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ നിറച്ച ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടില് വലിയൊരു ഫാമിലിയാണ്, ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കയറിയപ്പോ തന്നെ അത് ചേടി പറയാ, അത് കഴിഞ്ഞിട്ട് മെല്ലെ കുറച്ച് കഴിഞ്ഞ് മെല്ലെ വീഡിയോ ഓഫ് ചെയ്യാ, ഇതിന് മെല്ലെ ഇങ്ങനെ എന്തൊക്കെ പോവാ. അത് ആ ഒരു ചിന്തയിലാണ് ഞാൻ വന്നത്. പക്ഷെ ഒരു ഫാമിലി ക്ലാസ്സിൽ അങ്ങ് ഇരുന്ന് പോയി, എന്തോ ഒരു ഫ്ലോയിൽ അങ്ങനെ ഇരുന്ന് പോയി. മോന് വന്നപ്പോഴും അതേപോലെ തന്നെ അവന് വെച്ചിട്ട് എനിക്ക് ക്ലാസ് കേൾക്കാനും തോന്നിയത്. കാരണം മാം ഒരു ബോറടിപ്പിക്കുന്നൊന്നുമില്ല, കറക്റ്റ് ടൈം ഇങ്ങനെ പോയതൊന്നും അറിയുന്നില്ല. അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണക്ട് ചെയ്യാൻ പറ്റിയും. ഇൻഷാല്ലാ ഇനി ഫെസ്റ്റിനൊക്കെ വരുമ്പോ മീറ്റ് ചെയ്യണം. നല്ല ആഗ്രഹമുണ്ട് നേരിട്ട് മീറ്റ് ചെയ്യാൻ. ഇൻഷാല്ലാ നേരിട്ട് കാണാം. താങ്ക് സോ മച്ച്. വേറെ ആരെങ്കിലും? വേറെ തസ്ലീമ മാം? തസ്ലീമ മാം നമ്മുടെ സ്റ്റുഡന്റ് ആണല്ലോ, കഴിഞ്ഞ ബാച്ചിലാ. ഷൈന? മൈ പ്ലഷർ. ഞാനൊന്നും പറഞ്ഞില്ല. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ബാക്കി ആർക്കും എന്നെ ഇഷ്ടമായില്ല തോന്നുന്നു. ഇഷ്ടമായിട്ടൊന്നുമല്ല, വാക്കുകൾ കിട്ടായിട്ടായിരിക്കും, വർണ്ണിക്കാൻ ആ പെർഫോമൻസിന്, അതുകൊണ്ടായിരിക്കും. ഷൈന മാം എന്തെങ്കിലും വോയിസ് പറയാൻ പറ്റുമോ? നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ
നേഹ മാം പിന്നെ ഹ്യൂമാക്സിൽ പങ്കെടുക്കുന്നുണ്ടോ? ഹ്യൂമൻ സബിലുണ്ടോ? അതെ അതെ മാം അതിന്റെ ഒരു കോർഡിനേറ്റർ ആണ്. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഇപ്പൊ കേക്കാം കുറച്ച് ഉറക്കെ പറയോ? മാം പിന്നെ ഹ്യൂമൻ സബിലുണ്ടോ? ഹ്യൂമൻ സബ് ഹ്യൂമാക്സ് അതല്ലേ? അതെ അതെ, ഹ്യൂമൻസ് ഹബില് മെമ്പർ അല്ല, ഞാൻ അന്ന് പ്രോഗ്രാമിന് ഉണ്ടാവും. റിയാസ് ഹക്കീമിന്റെയും സെൻസിയുടെ കൂടെ ഞാൻ ഉണ്ടാവും അന്ന്. കൂടുതല് സെൻസി ക്ലാസ് എടുക്കുന്ന പോലെയാണ് കുറച്ച് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ നേഹ മാം, ഷെയ്ന മാം അതേപോലെ ഒരു ടീം ലീഡർ ആണ് നമ്മുടെ ഹുമാക്സിന്റെ. ഹ്യൂമാക്സിന്റെ അല്ലേ, എന്താ പേര്? സൈന മാം, സൈന മുഹമ്മദ്. ഓക്കെ ഓക്കെ, അതേപോലെ നമുക്ക് സംസാരിക്കാം, നമുക്ക് മീറ്റ് ചെയ്യാം, അന്ന് വരൂ ഇൻഷാ അല്ലാ. എനിക്ക് വരാൻ പറ്റില്ല, ഞാനിവിടെ UAE-ലാണ്, അപ്പൊ UAE-ലാ. പറ്റില്ല. ആളിപ്പോ നമ്മളുടെ 10th ബാച്ചിലെ പാർട്ടിസിപ്പന്റ് ആണ്. കറന്റ്ലി ബാച്ച് റണ്ണിങ് ആണ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു മാം. പിന്നെ ഇപ്പൊ മിസ്ന പറഞ്ഞ പോലെ ഹമ്മിങ് ഞാൻ ഇതുവരെ ആരെയും കേട്ടിട്ടില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള നോളജ് ആണ് ഇത്. അതെ അതെ, എനിക്കും ആദ്യമായിട്ടാണ്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും, ഇനി അടുത്ത ക്ലാസ് പറയാലോ. നല്ല സെഷൻ. താങ്ക് യു മാം. താങ്ക് യു ഷൈന മാം. അടുത്ത തസ്ലിയ മാം, എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഞാനത് വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാനൊരു സെഷനിൽ പറയുന്നത്. എക്സ്ക്ലൂസീവ് ഫോർ യൂണിക്നെസ്. തസ്ലിയ മാം, അൻസഫ്, അമീന മാം, മുബീന മാം, തസ്ലിയ മാം പറഞ്ഞോളൂ. സാറിന്റെ കോച്ചിങ്ങിന് ചേർന്നതിന് ശേഷം ഫസ്റ്റ് ആയിട്ടാണ് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യണത്. ആദ്യം ചേർന്നെങ്കിലും ആദ്യം ജോയിൻ ചെയ്യില്ല, പക്ഷെ ഇപ്പൊ സാറിന്റെ ഇതില് വ്യത്യസ്ത ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ആയിട്ടാണ്. ഫസ്റ്റ് ആയിട്ട് ഉസ്നാമിന്റെ സ്റ്റോറിയാണ് കേൾക്കാൻ കഴിഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് നിർത്തി പോകാൻ തോന്നില്ല. എനിക്ക് നെറ്റ് ലോ ആയിരുന്നു, വീണ്ടും 1 GB കയറ്റി മാമിന്റെ കേട്ടിരുന്ന ഇടയ്ക്കൊക്കെ സ്റ്റക്ക് ആയിരുന്നു. എനിക്ക് എന്താ പറയാ, തീരെ സുഖമില്ലായിരുന്നു. അപ്പൊ പെയിനൊക്കെ ആയിട്ട് സ്റ്റൊമക്കിന്റെ. അപ്പൊ ക്ലാസ് നിർത്തി പോകണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ സാറ് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരാനുള്ള ഓരോ മൈൻഡ് സെറ്റ് നമ്മളെങ്ങനെ എന്താ പറയാ പോസിറ്റീവായിട്ട് ഇതാക്കാനൊക്കെ ഇതായി നിന്ന് ഇപ്പൊ കുറവുണ്ട്. അങ്ങനെ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റി. സ്നേഹ മാമിന്റെ ക്ലാസ് ആയാലും നിർത്തി പോകാൻ തോന്നിയില്ല. ഇപ്പൊ അതിന്റെ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ എന്താ പറയാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിയാൻ പറ്റി. താങ്ക് യു മാം. താങ്ക് യു സാർ. താങ്ക് യു മാം. വേറെ ആരെങ്കിലും? അൻസഫ്, അമീന മാം, മുബീന മാം. ഇവിടെ സാംസങ് പേരുള്ള ഒരു ഇത് കാണുന്നുണ്ട്, ആരാന്ന് അറിയില്ല പേര്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻസോ? ഏതായാലും എല്ലാവരും നമ്മുടെ യൂണിക്നെസ് ഫെസ്റ്റിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഡിസംബർ 15-ാം തീയതിയാണ് അടുത്ത ഫെസ്റ്റ് വരുന്നത്. അൻസഫ് എന്താ പറയണ്ട പറഞ്ഞോളൂ. ഇത് വളരെ ഉപകാരപ്പെട്ടു. എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. പറയാൻ ഓക്കെ അല്ല, അത് കുഴപ്പമില്ല. ഞാൻ എന്താ അറിയോ, അത് വീണ്ടും സെയിം സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അന്ന് 1 to 1 സംസാരിക്കാന്ന് പറഞ്ഞത്. കുറച്ച് സമയമെടുത്ത് സംസാരിക്കാൻ. ഓക്കെ മനസ്സിലായി. അത് പിന്നീട് ഞാനും ആലോചിച്ചു, സോറി. പിന്നെ അതേപോലെ സാംസങ് അവർ പറയുന്നുണ്ട് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. സ്നേഹ മാമിനോട് ഇവിടെ ടെക്സ്റ്റിൽ രണ്ടാളോടും സ്നേഹ മാമിനോടും നേഹ മാമിനോട് പറയുന്നുണ്ട് താഴെ. പിന്നെ മുബീന മാം, ആമിന മാം എന്തെങ്കിലും? ഹലോ, മുബീന മാം പറഞ്ഞോളൂ. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നത്. ഞാൻ ടെസ്റ്റ് മാമിന്റെ ക്ലാസ്സിൽ മുന്നേ കേട്ടിരുന്നു. പിന്നെ ഒരേ ഇഷ്യൂ കാരണം ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ നല്ല ക്ലാസ് ആയിരുന്നു. മാമിന്റെ ക്ലാസ് കേട്ടപ്പോ ഭയങ്കര കോൺഫിഡന്റ്. നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്കും എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റുന്നൊരു
വിശ്വാസം കോൺഫിഡന്റ് ഒക്കെ ഇടയ്ക്ക് വന്ന പോലെ. എന്തായാലും ഇനിയുള്ള ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ എനിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഇങ്ങനെ എന്നോട് പറയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാ ശനിയാഴ്ചയും ഉണ്ടാവാറുണ്ട് മാം, എല്ലാ ശനിയാഴ്ചയും 8 മണിക്ക് ഉണ്ടാവാറുണ്ട്. അതേപോലെ ലൈവായിട്ട് ഇവരൊക്കെ എല്ലാവരും മീറ്റ് ചെയ്യാൻ ബൗസിനാണെങ്കിലും ആണെങ്കിലും ഓരോരുത്തരെയും മീറ്റ് ചെയ്യാനും മറ്റുള്ള ആൾക്കാരുണ്ട്. ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഡിസംബർ 15 കോഴിക്കോട് സീഷൽ ഹോട്ടലിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റും. ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും പറഞ്ഞു തോന്നുന്നു അല്ലേ? മിസ്റ്റർ അതിന്റെ പി അല്ലേ? മിസ്റ്റർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഇല്ല, ഞാൻ ഫുൾ എനർജിയിലാണ്. സ്റ്റഡീസ് ഒക്കെ മറന്നുപോയി. നല്ല പഠിക്കാണ്ടെങ്കിലും ആലോചിക്കുക, നിങ്ങള് നമ്മളെ ഉസ്നന്റെ ഫീഡ്ബാക്ക് ഷെയറിങ് അല്ല സ്റ്റോറി ടെല്ലിങ് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുക എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നേഹ തുടങ്ങിയപ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കി എന്താ പറയുന്നത്, പിന്നെ പോകുന്നത് ഞാൻ കണ്ടില്ല. സാധാരണ ക്ലാസ് തുടങ്ങി കുറച്ച് ഞങ്ങൾ പഠിക്കാനുണ്ടതോട് പോകുന്നത് ആൾക്ക് എക്സാം നടന്നുകൊടുക്കുക. സെം എക്സാം നാളെ മറ്റന്നാള് ഇനി അടുപ്പിച്ച് 4 എക്സാം എങ്ങാനുണ്ട്, 3 എക്സാം എങ്ങാനും അടുപ്പിച്ചു. അങ്ങനെ പോയില്ലല്ലോ, എന്ത് പറ്റി? അത് ക്ലാസിന്റെ ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയതുകൊണ്ടാണുള്ളത്, മനസ്സിലായി. നല്ല രസമായിരുന്നു. അഫ്സൽ സാറ് ക്ലാസ്സിൽ ഇരിക്കരുന്നൊക്കെ, പക്ഷേങ്കില് എക്സാം ആവുമ്പോ ഇറങ്ങണ്ടായിരുന്നു. എന്ന് ഇതിപ്പോ സാരല്ലേ, നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, അത് വെച്ച് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ നിർത്തിക്കൊണ്ട് ഇട്ടു. പിന്നെ ഇവര് പറഞ്ഞ പോലെ ഇപ്പൊ എക്സാം പഠിക്കാൻ പോയി കഴിഞ്ഞാലും എന്റെ മൈൻഡ് വിടും അവിടെ എന്താ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ ഇവിടെ തന്നെ ഇരിക്കാനായിരുന്നു. കുറെ ഇൻഫർമേഷൻസ് എല്ലാവർക്കും കിട്ടി രണ്ടാളെന്ന് പറയാൻ. താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഉസ്ന മാമിനും അതേപോലെ നേഹ മാമിനും താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇത് നേഹ മാമിന്റെ സത്യം പറഞ്ഞാൽ ലാസ്റ്റിലേക്കാണ് ഞാനിങ്ങനെ കണക്ട് ചെയ്ത സമയത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച കണക്ട് ചെയ്തിരുന്നു, പക്ഷെ അപ്പൊ എന്തോ ബിസി ആയിപ്പോയി. അപ്പം ഈ ആഴ്ച എന്നോട് പറഞ്ഞപ്പോ പെട്ടെന്നാണ് ലാസ്റ്റ് നിമിഷത്തിലാണ് ചേഞ്ച് വന്നത്. പക്ഷെ അതങ്ങനെ ലാസ്റ്റ് അത്രയും പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആളുടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് അങ്ങനെ ഫ്ലോയിൽ അങ്ങനെ അതും നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇത്രത്തോളം ഇന്ററാക്ഷൻസ് വരാറില്ല. അപ്പൊ ഇത് സൈക്കോളജിയിൽ നല്ല ഡെപ്തിലുള്ള നോളജ് ആയതുകൊണ്ട് അതിങ്ങനെ നമുക്ക് അതിലും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ. അപ്പം താങ്ക് യു സോ മച്ച് രണ്ടാളോടും. കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എല്ലാവരെയും ഞാൻ യൂണിക്നെസ് ഫെസ്റ്റിന് വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. ക്ലോസ് ചെയ്യട്ടെ.